വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവെടുത്ത്. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, പിന്നെ നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനാകുന്ന ശൗലിന്റെ നിലമെല്ലാം നിനക്ക് മടക്കി തരിക. പിന്നെ നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. എനിക്ക് തോന്നുന്നത് ഇതിൽ ഒരെണ്ണ ഇങ്ങോട്ട് വെക്കാന് പോരെന്ന് തോന്നും. എനിക്കൊരു തൃപ്തി വരുന്നില്ല പരുവത്തിന്. നോക്കട്ടെ, അത് വർക്ക് ചെയ്യുന്നതാണ്. അത് വർക്ക് ചെയ്യുന്നതാണ്. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു. അവിടെ നിന്റെ അപ്പൻ ശമൂലെന്ന സൂക്ഷ്മമായി പഠിക്കാൻ നിന്റെ വല്യപ്പൻ, അതെ നിന്റെ വല്യപ്പനാകുന്ന അല്ലെങ്കിൽ അപ്പനാകുന്ന ശമൂലിന്റെ നിലമെല്ലാം നിനക്ക് ഞാൻ മടക്കി തരിക. എന്നിട്ട് പറയാ, നീയോ നിത്യം മേശന്ന് ഭക്ഷണം കഴിക്കണം. ഇസ്രായേലിന്റെ ചരിത്ര പുസ്തകങ്ങളാണ് യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ ചരിത്ര പുസ്തകങ്ങളാണ്. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ ചരിത്രം ആരംഭിക്കുന്നത് അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ്. നദി കടന്നു വന്നവൻ എബ്രായനായ അബ്രഹാം. സ്തോത്രം. അബ്രഹാമിൽ നിന്ന് ഇസഹാക്ക് ജനിച്ചു. ഇസഹാക്കിൽ നിന്ന് യാക്കോബിൽ നിന്ന് ഗോത്രപിതാക്കന്മാർ 12 പേര്. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാം. ഇവര് യോസഫിന്റെ കാലത്ത് മിസ്രൈമിലെത്തി. ഏതാണ്ട് 70 പേര് വന്നെന്ന 70. ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തിന്റെ 27-ാം വാക്യവും, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യവും, ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം, ആ 3 വാക്യത്തിൽ 70 പേര് വന്നെന്ന. എടുത്തൊക്കെ വായിച്ചോ. മിസ്രൈമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ 2 പേർ. മിസ്രൈമിൽ വന്നവരായ യാക്കോബിന്റെ കുടുംബം ആകെ 70 പേർ. ആകെ 70 പേര്. പുറപ്പാട് 1-ന്റെ 5-ലും അങ്ങനെ തന്നെ ആണല്ലോ, 70 എന്നാണല്ലോ. പുറപ്പാട് 1-ന്റെ 5 വായിച്ചു. യാക്കോബിന്റെ കുടിപ്രദേശത്ത് ഉത്ഭവിച്ച ദേഹികളെല്ലാം 70 പേരായിരുന്നു. ഞാൻ പറഞ്ഞിടത്ത് വായിക്കാതെ ഇരിക്കരുത്. അപ്പൊ ശ്രദ്ധിക്കുക, യാക്കോബിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ദേഹികളെല്ലാം കൂടെ 70 പേര്. ഇനി ആവർത്തനം 10-ന്റെ 22 നിങ്ങൾ ചിരിക്കേണ്ടതെന്നൊക്കെ ഞാൻ വേറെ വാക്യം തരും. ഈ സഹോദരി മാന്യമായിട്ട് വായിക്കുന്നല്ലോ, വായിച്ചോ. ആവർത്തനം 10:22. എല്ലാവരും കേൾക്കും. അങ്ങനെ വായിച്ചു. നിന്റെ പിതാക്കന്മാർ 70 ദേഹികൾ. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 46-ന്റെ 27, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യവും, ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ, ഈ 3 വാക്യത്തിൽ 70 പേര് വന്നെന്നാണ് എഴുതിയേക്കുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാം, സ്തേഫാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ 75 പേര് വന്നെന്നാണ് എഴുതിയേക്കുന്നത്. 7:14 സ്തേഫാനോസിന്റെ പ്രസംഗം. അപ്പോസ്തല പ്രവൃത്തി 7:14 വായിച്ചു. സ്തേഫാനോസിന്റെ പുസ്തകം ഇല്ല. 7:14 അല്ലേ? യോസേഫ് ആളയച്ചു തന്റെ പിതാവായ യാക്കോബിനെയും കുടുംബത്തെയൊക്കെ കൂട്ടി വരുത്തി അവർ ആകെ 75 പേരാണ്. അപ്പൊ ഇവിടെ ഒരു ചെറിയ തെറ്റുണ്ട്. അവിടെ 70, ഇവിടെ 75. അപ്പം വേറെ പുസ്തകം പഠിക്കുന്ന വായിക്കുന്നവർക്ക് സംശയം ഉദിക്കും. ഈ 5 പേരെ പറ്റി സാധാരണ പഠിപ്പിക്കുന്നത് 1 യാക്കോബ്, 2 യോസേഫ്, 3 യോസേഫിന്റെ ഭാര്യയും കൂടെ ഉൾപ്പെടുത്തിയെന്ന ആസനത്ത്. മിസ്രൈമിലെ ഓനിലെ പുരോഹിതൻ പോത്തിഫാറയുടെ പുത്രി ആസനത്ത് യോസേഫിന്റെ ഭാര്യ. 2 പിള്ളേർ അവിടെ വെച്ച് ജനിച്ചു. മൂത്തവൻ മനേശെ, രണ്ടാമത്തവൻ എഫ്രയീം. അപ്പോൾ എഫ്രയീം, മനേശെ, ആസനത്ത്, യോസേഫ്, യാക്കോബ്, അങ്ങനെയാ 75 പേരെ
തികച്ചത്. അപ്പൊ യാക്കോബിനെ ഇവിടെ പരാമർശിക്കുന്നില്ല. പണ്ട് മുണ്ടക്കയത്തിൽ നിന്ന് 10 പേര് കപ്പൽ കാണാൻ പോയി. 10 പേര് പോയി തിരിച്ചിങ്ങോട്ട് വന്നപ്പോ എണ്ണിയപ്പോ 9 ഉള്ളൂ. നിങ്ങൾക്കറിയാം, എണ്ണീട്ട് 10 ഇല്ല. അയ്യോ, നമ്മൾ 10 പേര് ഹോട്ടലിൽ കയറി ചോറുണ്ടതാ, അതുകൊണ്ട് കാശും കൊടുത്തതാ, ഒരാൾ എന്ത് ചെയ്യണം? അപ്പൊ എന്നാ എണ്ണുന്നവൻ അവനെ എണ്ണുന്നില്ല. 1, 2, 3, 4, 5, 6 ഇങ്ങനെ എണ്ണുക. അപ്പം അടുത്തവൻ പറഞ്ഞ് എന്നെ കണ്ണം അറിയാൻ പറ്റില്ല, ഞാൻ എണ്ണാന്ന്. അവൻ കയറി എണ്ണിട്ട് 9 ഉള്ളു. പിന്നെ ബോധമുള്ളിടത്തും എണ്ണാൻ തുടങ്ങിയപ്പോൾ 1 എണ്ണി, അപ്പൊ 10 ആയി. അല്ല, നമ്മളിങ്ങനെ തന്നെ നമ്മളെ എണ്ണുന്നില്ലല്ലോ, അടുത്തിരിക്കുന്നവരെ എണ്ണാനില്ലയോ നമ്മുടെ ഭയങ്കരത. അടുത്തിരിക്കുന്നവൻ എങ്ങനെ ഇരിക്കുന്നു, അവന്റെ രീതി എങ്ങനെ, അവന്റെ കാര്യം അതെണ്ണാനാ വളരെ കൂടി വരുന്നത്. അങ്ങനല്ല, ആദ്യം നമ്മളെ എണ്ണണം. അതേ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ 75 പേര് അല്ലെങ്കിൽ 70 പേര് മിസ്രയീമിലെത്തി. ഇവർക്ക് ഗോഷ്യൻ ദേശം പകുത്തു കൊടുത്തു. അതാ യോസേഫ് ബുദ്ധിയോടെ കൈകാര്യം ചെയ്തതാ. ചേട്ടന്മാരോട് പറഞ്ഞ് നമ്മൾ നാളെ പറവോനെ കാണാൻ പോകും. പറവോൻ നമ്മളോട് ചോദിക്കുമ്പോൾ സത്യമേ പറയാവൂ, നിങ്ങൾ ഈ കള്ളം പറയുന്നത് നിങ്ങളാ. പിന്നെ കള്ളം പറയാൻ ഇവര് നല്ല ബിരുദമാണ്. യോസേഫിന് വരെയെല്ലാം ഈ പെന്തിക്കോസിലാണെങ്കിലും ഇത് ശരിയായിട്ടില്ല, കള്ളം പറയും. യോസേഫിന് വരെയെല്ലാം നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് യോസേഫ് പറഞ്ഞ് നാളെ പറവോനെ മുഖം കാണിക്കാൻ ചെല്ലും. പറവോൻ വിളിച്ച് പല കാര്യം ചോദിക്കുന്ന കൂട്ടത്തിൽ ജോലി എന്നാന്ന് ചോദിക്കും. എന്നാലും സത്യമേ പറയാവുള്ളൂ, ഞങ്ങളുടെ പിതാക്കന്മാരുമെല്ലാം ബാല്യം മുതൽ കന്നുകാലികളെ മേയ്ക്കാം, ഇടയന്മാരാ, ആടുകളെ മേയ്ക്കുന്നതാ ഞങ്ങളുടെ തൊഴിൽ. സത്യം പറയണം. അല്ല, ഞങ്ങൾക്ക് ആന ഉണ്ടായിരുന്നു, കുതിരയുടെ ലയം ഉണ്ടായിരുന്നു, സ്തോത്രം. എല്ലാ തേക്കയിലും ആന, അത് താമരപ്പള്ളി മുതലാളിക്ക് ഉണ്ടായിരുന്ന കേൾക്കുന്നത്. എല്ലാ തേക്കയിലും ഇല്ലയോ? അതോ നിങ്ങൾക്കും ഉണ്ടായിരുന്നു? മിണ്ടുന്നില്ല. കേട്ടിട്ടുണ്ട് താമരപ്പള്ളിക്കാർക്ക് ആന ധാരാളം ഉണ്ടായിരുന്നെന്ന്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം സത്യമേ പറയാവൂ, ഞങ്ങളെ ഇടയന്മാരാ, ആടുകളെ മേയ്ക്കുന്നതാ ഞങ്ങളുടെ തൊഴില്. ഇത് യോസേഫ് മനഃപൂർവ്വം പറയിപ്പിച്ചതിന്റെ കാരണം കൊണ്ടുണ്ട്. ഇടയന്മാര് മിസ്രയീമിലേക്ക് വെറുപ്പാണ്, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയല്ല, സഹകരിക്കത്തില്ല. അപ്പൊ ഇവരെ സെപ്പറേറ്റ് ആക്കും. അത് ദീർഘവീക്ഷണത്തോടെ യോസേഫ് ചെയ്തതാ. ഇവരേത് ദേശത്ത് പാർത്താലും എവിടെ ചെന്നാലും എങ്ങനെ ഏത് സ്ഥലത്താണെന്ന് ഇവര് സ്പെഷ്യൽ കേസാ. സ്തോത്രം ആണെന്ന് അത് പറഞ്ഞപ്പോ ചിലർക്ക് ഒരു ചെറിയ സന്തോഷമുണ്ട്. അതെന്നാന്ന് ഞാൻ ഇന്ന് പറയുന്നില്ല, നാളെ പറയാം. കാരണം ഇന്ന് പറഞ്ഞാൽ പിന്നെ നാളെ യോഗത്തിന് വരികയാണ്. ഞാൻ നാളെ പറയാം. ചിലക്ക് പിടികിട്ടിട്ടുണ്ട്, നാളെ ഞാൻ പറയാം. ഞങ്ങൾ സ്പെഷ്യൽ കേസാന്ന് പറഞ്ഞപ്പം പിന്നെ സ്തോത്രം പറയാൻ പുള്ളിയുടെ മുഖത്തൊരു ചിരി, ഒരു ഊറിയ ചിരി. നാളെ കൈകാര്യം ചെയ്യും. അപ്പൊ ഇവര് എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കണം. അത് ദൈവത്തിന്റെ ഹിതമാണ്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഗോശൻ ദേശം അവകാശമായി കൊടുത്തു. ദൈവം തന്നെ ജനത്തെ വർദ്ധിപ്പിച്ചു. ദൈവം ഇവരെ അനുഗ്രഹിച്ചു. യോസേഫ് അങ്ങ് മരിച്ചു. അതിനു മുമ്പ് യാക്കോബ് മരിച്ചു. യാക്കോബിനെ കൊണ്ടുവന്ന് മക്ബേലായി കൊണ്ടുവന്ന് അടക്കിയ തിരിച്ചു വന്നപ്പോ യുവമാർക്ക് വെപ്രാളമായി. അപ്പച്ചൻ ജീവിച്ചിരുന്നപ്പോ യോസേഫ് മര്യാദക്ക് ഇടപെട്ടു. അപ്പച്ചൻ ചത്തടാ, മിക്കവാറും മറ്റേ കേസ് ഇവൻ പൊക്കി നമ്മളെല്ലാം ഊടുപാട് അടിക്കുവൻ യുവമാര് പേടിച്ചരണ്ടപ്പോ യോസേഫ് എന്ന് പറഞ്ഞ് ഭയപ്പെടേണ്ട, നിങ്ങളെല്ലാം കൂടി എനിക്ക് ദോഷമെല്ലാം ഒപ്പിച്ചു, പക്ഷെ എന്റെ ദൈവം അതെനിക്ക് ഗുണമാക്കി തീർക്കും. എന്നെ കേൾക്കുന്ന ബഹുമാനരായി നിങ്ങളോട് പറയാ, നിങ്ങളെ ഉപദ്രവിച്ചവർ കാണും, പഠിച്ചവർ കാണും, നിന്ദിച്ചവർ കാണും, ഒറ്റപ്പെടുത്തിയവർ കാണും, നിങ്ങളെ ആക്ഷേപിച്ചവർ കാണും, നിങ്ങളെ വിടക്കം നെണ്ണിയവർ കാണും. അതിന് നടുവിൽ ദോഷമൊന്നും ചെയ്യാൻ പോകരുത്, മറുപടി പറയാൻ പോകരുത്, എതിർക്കാൻ പോകരുത്, ഉടക്കാൻ പോകരുത്. മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. ആ ദോഷമായിട്ട് വെച്ചതെല്ലാം ദൈവം ഗുണമാക്കി തീർക്കും. നിന്നെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ടെന്നാ പറഞ്ഞത്. നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ആയുധമൊന്നും ഫലിക്കത്തില്ല. നിനക്ക് വിരോധമായി ചിന്തിച്ചവരും മന്ത്രിച്ചവരും ആയുധങ്ങൾ ഒരുക്കിയവർ കാണും. പക്ഷെ ഇന്ന് രാത്രി അവരോട് എതിർക്കാൻ പോകരുത്, ഉടക്കാൻ പോകരുത്, അവൻ സ്വന്തം ശണ്ട കൂടാൻ പോകരുത്, കേസിന് പോകരുത്, കോടതി പോകരുത്, വഴക്കുണ്ടാക്കാൻ പോകരുത്, അടിയന്തര കമ്മിറ്റി കൂടരുത്, പുറത്താക്കാനും പോകണ്ട, ഒരു കാര്യത്തിന് പോകണ്ട. മുഴങ്കാലും മേലിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഉന്നതന് മീതെ ഉന്നതനുണ്ട്, അവന് മീതെ അത്യുന്നതൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, യോസേഫ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പറയാ, നിങ്ങളെല്ലാം കൂടി എനിക്ക് ദോഷം നിരൂപിച്ചൊപ്പിച്ചു, പക്ഷെ എന്റെ ദൈവമോ അത് മുഴുവൻ ഗുണമാക്കി തീർത്തു. ഇന്ന് രാത്രി ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ സഹായിക്കും. കാരണം നിനക്ക് വിരോധമുണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്, ദൈവത്തിന് മഹത്വം കൊടുക്ക്. അനുഭവിക്കുന്ന ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക്. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യോസേഫ് ഫലപ്രദമായ വൃക്ഷമാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതല് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്.
ഉപവാസ പ്രാർത്ഥനയുടെ കൊടുക്കലത്തെ ദിനങ്ങളെ കൊണ്ടാണല്ലോ. അതുകൊണ്ട് ആ നിലയിൽ നമുക്ക് സൂക്ഷിക്കാം. തന്നെയല്ല, വെളിയിൽ അല്ലല്ലോ യോഗം, അകത്താണല്ലോ. അപ്പൊ അതിന്റെ മര പറഞ്ഞാ കൊടിയിരുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് അന്ന് പോകാം. ദൈവത്തിന് മകത്ത് ഈ ഇരിക്കുകയാണ് മിക്കവാറും പറഞ്ഞ സമയം വരെ എടുക്കുകയല്ല, ഈ ഇരിപ്പായിരിക്കുന്നത്. പിന്നെ ഞാൻ സന്തോഷിക്കുന്നത് ഇങ്ങനെയും വന്ന് ഇരിക്കുന്നല്ലോ, അത് വലിയ കാര്യം. അപ്പൊ എന്തായാലും ഒരു കാര്യം, ആ യോസേപ്പിന്റെ കാലത്തെത്തി. അടുത്തത് യോസേപ്പ് മരിച്ചു. യോസേപ്പ് മരിക്കുന്നതിന് മുന്നേ സഹോദരന്മാരോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ചാകാൻ പോവാ, ഞാൻ മരിക്കും, പക്ഷേ ദൈവം നിങ്ങളെ സന്ദർശിക്കും. അങ്ങനെ ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ ഈ മിസ്രയീമിൽ നിന്ന് നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്, നിങ്ങളെ കനാനിലോട്ട് കൊണ്ടുപോകും. അങ്ങനെ പോകുമ്പം എൻ്റെ അസ്ഥിയും കൂടെ ഇവിടുന്ന് കൊണ്ടുപോകണം. ഇവിടെ ഒന്നും എന്നെ ഇടരുത്. അതിന്റെ കാരണം ഞാൻ ഇവിടുത്തുകാരനല്ല. 10-80 ചില്ലുവാനും വർഷം ഈ ദേശത്ത് ജീവിച്ചെങ്കിലും ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ അവിടുത്തുകാരനാണ്. അതുകൊണ്ട് എൻ്റെ അസ്ഥി ഇവിടെ ഇടരുത്, അസ്ഥിയും കൊണ്ട് എടുത്തുകൊണ്ട് പോക്കണം. നിങ്ങൾക്ക് പുസ്തകം പഠിക്കുമ്പോൾ അറിയാം, യോസേപ്പിന്റെ അസ്ഥിയും കൊണ്ടുപോയി. അത് യാത്ര പോയപ്പോഴെല്ലാം ഈ അസ്ഥി എടുത്തോണ്ടായി ഇവര് പോയത്. അങ്ങനെ പോയി കനാനിൽ ചെന്ന് എബ്രയീം ഗോത്രത്തിന് അവകാശമായിട്ട് കിട്ടിയ സ്ഥലത്ത് അതുകൊണ്ട് അവര് ക്രമീകരിക്കുകയും ചെയ്തു. അപ്പോൾ യോസേപ്പ് പറഞ്ഞു, നമ്മൾ ഇവിടെ ജീവിച്ചെങ്കിൽ ഇവിടുത്തുകാരനല്ല, ഞാൻ അവിടുത്തുകാരനാണ്. നമുക്ക് വേദപുസ്തകത്തിൽ തന്നിരിക്കുന്ന പല ഭാഷ, നമ്മളെ സംബോധന ചെയ്യുന്ന പല രീതികളുണ്ട്. അതിലൊരു പദം ഇങ്ങനെ പരദേശികളെന്ന, അങ്ങനല്ലയോ? പരദേശി എന്ന് പറഞ്ഞ പരദേശി സ്വദേശം വേറെ സ്ഥലത്താ, അതുകൊണ്ടാ പരദേശി. സ്വന്തം ദേശത്തല്ല. നമ്മളിവിടെ പരദേശികളാണ്, പ്രവാസികളും പരദേശികളും. അബ്രഹാം എന്നാ പറഞ്ഞ ഞാൻ പന്ത് പാർക്കുന്നവനും പരദേശി. ദാവീദ് പറഞ്ഞു ഞാൻ അന്യനും പരദേശി. പൗലോസും പറഞ്ഞു നമ്മൾ പരദേശികളാണ്. അപ്പോൾ പിതാക്കന്മാരും അപ്പോസ്തലന്മാരും എല്ലാം പറഞ്ഞു നമ്മൾ പരദേശികളാണ്. അതെ, ഈ പരദേശികളെ എങ്ങനെ മനസ്സിലാക്കുന്നത്? പരദേശി എങ്ങനെ കണ്ടാൽ മനസ്സിലാകും? നിങ്ങളുടെ അഭിപ്രായം പറ. എങ്ങനെ വെച്ചാ ഇങ്ങനെ കാണിച്ചാൽ എനിക്ക് പിടികിട്ടില്ല. പരദേശികളെ കണ്ടാൽ അറിയാം. ഒത്തിരി ഉദാഹരണം തെളിയിക്കണം, അത് ഞാൻ നേരമില്ല. ഒറ്റ കാര്യം പറഞ്ഞ് തെളിയിച്ചേക്കാൻ. ഒറ്റ കാര്യം, ഈ സിഖുകാരെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. ഞാൻ സിഖാന്നൊന്നും പറയണ്ട. എങ്ങനെ നല്ല രീതിയിൽ എടുക്കണേ. ചിട്ടയോടും ആചാരത്തോടും അനുഷ്ഠാനത്തോടും ക്രമീകരണത്തോടും ജീവിക്കുന്ന മുസ്ലിം സഹോദരിമാരെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. ജോർജാൻ എത്രയോ പോയിട്ടുള്ള വിമാനത്തിൽ കയറുമ്പോൾ അറിയത്തില്ലയോ? മുസ്ലിം സഹോദരിമാർ വിമാനത്തിലുണ്ട്, അറിയാം. പക്ഷെ പെന്തിക്കോസുകാർ സഹോദരിമാരുണ്ട്, നമുക്ക് പെട്ടെന്ന് പിടുത്തം കെട്ടിക്കാൻ 90 എന്ന തള്ളയെ മാറ്റിട്ടുണ്ട്. അതിലെയല്ല കൂടെ വരികയും ഇപ്പൊ അടുത്ത അടുപ്പിച്ചാണ് വന്ന. അതെ, മുസ്ലിം സഹോദരിമാര് വിമാനത്തെ കയറിയാലും എയർപോർട്ടിൽ നിന്നാലും ലണ്ടൻ പട്ടണത്തിൽ ചെന്നാലും അമേരിക്കയിലാണേലും റാന്നിയിൽ നിന്നാലും കോഴഞ്ചേരി ടൗണിൽ നിന്നാലും ആശുപത്രിയിൽ വന്നാലും ഓടക്കിന് വന്നാലും കല്യാണത്തിന് വന്നാലും കണ്ടാൽ അറിയാം. സിഖുകാരാകുന്ന ബഹുമാന്യരായ സഹോദരന്മാരുണ്ട്. ഇവിടൊക്കെ മിലിറ്ററിയിലുമൊക്കെ നല്ല ഉന്നത ഉദ്യോഗസ്ഥരുണ്ടല്ലോ, നേവിയിലുമൊക്കെ. കണ്ടാൽ അറിയാം ഇല്ലേ? കണ്ടാൽ പെട്ടെന്ന് പിടികിട്ടാത്ത ഇനം എന്തായാലും അങ്ങ് പറ. ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഞാന് വിവരിക്കുന്നില്ല. ദൈവത്തിന്റെ മകത്വം. ആരെയും വേർപെട്ട ദൈവമക്കളെ കണ്ടാൽ അറിയാം. വേർപെട്ട ദൈവം, എന്റെ ഭാഷ പറയാം. നിങ്ങൾ തനി പെന്തിക്കോസിനെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. 1000 10,000 ഇരുന്നാലും നീ പെന്തിക്കോസാന്നെ അറിയാം. പറയൊന്നും വേണ്ട. എങ്ങനെ അറിയാം? നിന്റെ സംസാരം കേൾക്കുമ്പോൾ അറിയാം പെന്തിക്കോസാണ്.
നിന്റെ ഇടപാട് കാണുമ്പോൾ അറിയാം പെന്തിക്കോസാണ്. നിന്റെ സമീപനം കാണുമ്പോൾ അറിയാം പെന്തിക്കോസാണ്. നിന്റെ വസ്ത്രധാരണം കാണുമ്പോൾ അറിയാം പെന്തിക്കോസാണ്. നിന്റെ ശൈലി കാണുമ്പോൾ അറിയാം പെന്തിക്കോസാണ്. അവൻ വേർപെട്ടത് മക്കളെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. ഇപ്പൊ കൂട്ടിയിടിക്കുമ്പോൾ അറിയുന്ന സ്തോത്രം പെന്തിക്കോസ്. പിന്നെ ഇവിടെ ഞാൻ വെറും ഒരു പരദേശിപ്പോ ഇവിടുത്തെ പാർപ്പിടമോ വലിയമ്പലം. ഇവിടെ ഞാൻ വെറും ഒരു പരദേശിപ്പോ ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ിലെ മായ സുഖം വിട്ടാൽ മതി. ിലെ മായ സുഖം വിട്ടാൽ മതി. വളരെ കൂർമ്മബുദ്ധിയോടാണ് കൈകാര്യം ചെയ്തത്. എന്തിനേറെ യോസേപ്പിന്റെ കാലത്തെത്തി ഇവരെ ദൈവം വർദ്ധിപ്പിച്ചു. ഒടുവിൽ യോസേപ്പ് മരിച്ചു. യോസേപ്പിനെ അറിയാത്ത രാജാവ് എഴുന്നേൽപ്പിച്ച പുള്ളി രണ്ട് പ്രയോഗം പറഞ്ഞു. സ്ത്രീകളെ പറ്റി പുരുഷന്മാരെ പറ്റി രണ്ട് പദമാണ് പറഞ്ഞു. പുരുഷന്മാരെല്ലാം ശക്തിയും ബാഹുല്യവും. പുതിയ രാജാവ് പറയാ പുരുഷന്മാരെല്ലാം അങ്ങനല്ലേ എഴുതിയേക്കുന്നത്. അല്ലാതെ ഓഞ്ഞ കുറെ ഒരെണ്ണം ഉണ്ടെന്നാണോ? കുറെ ഓഞ്ഞ പുരുഷന്മാര് അങ്ങനൊന്നുമല്ല. വായിച്ചേ നിങ്ങളുടെ ഇപ്പൊ കണ്ടിട്ട് അങ്ങനെ ഉണ്ടല്ലോ. 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ പുറപ്പാട് ഒന്നിന്റെ വലത്ത് വെച്ചത്. അനന്തരം യോസേഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് ഇസ്രായേലിൽ ഉണ്ടായി. അവൻ തന്റെ ജനത്തോട് ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും വൃത്തിയാക്കാത്ത ഇത് പറഞ്ഞു നാളെ തന്നെ ഇത് ശരിയാക്കണം. അവൻ തന്നെ ജനത്തോട് ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ള. ഈ സഹോദരന്മാരെ പറ്റി അഭിപ്രായം പറയാം. നമ്മളേക്കാൾ ബാഹുല്യവും ശക്തി. പുരുഷന്മാർക്കെല്ലാം നല്ല ആരോഗ്യമാണ്. ഏത് പുരുഷന്മാർക്ക്? എബ്രായ പുരുഷന്മാർക്കെല്ലാം നല്ല ആരോഗ്യമുണ്ടെന്ന്. ശക്തിയും ബാഹുല്യവും മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ എല്ലാം നല്ല ആരോഗ്യമുള്ളവരാ പുരുഷന്മാരെല്ലാം. ഞാൻ ചില ഭാഷയൊക്കെ കുട്ടനാട ശൈലി പറയും. പിണങ്ങരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി അനാവശ്യമായിട്ട് തോന്നും. എന്നാലും നമുക്ക് പിണങ്ങരുത്. യോജിച്ച് പോകണം. നമുക്ക് ഓഞ്ഞ കുറെ എണ്ണം ഇരിക്കുന്നത് നല്ല പറഞ്ഞ. പിന്നെയോ നല്ല ആരോഗ്യമുള്ളവരാ. സഭയ്ക്കകത്ത് പുരുഷന്മാർക്ക് ആരോഗ്യം വേണം. എന്തോ ആരോഗ്യമാ? ഭാഷയുടെ കൊങ്ങായിക്ക് പിടിക്കാനും ചന്ദ്രപ്പാത്രയെ ഇടിക്കാനും കമ്മറ്റി കൂടുമ്പോ അടിമാനം നോക്കി താങ്ങാനുള്ള ആരോഗ്യമല്ല. ഇപ്പൊ അങ്ങനെയുള്ള ആരോഗ്യമുള്ള ആൾക്കാര് ഉണ്ട്. ആ വരവൊക്കെ കണ്ടില്ലേ സഭയിൽ? ഗുണ്ടായിസത്തിന്റെ ആരോഗ്യമല്ല പറഞ്ഞത്. പിന്നെ എന്തോ ആരോഗ്യം? വായില് തീത്തോസ് 2:1 മുതൽ വായില് ആരോഗ്യം അങ്ങനത്തതാണ്. അവ മസിൽ കാണിക്കുന്നതല്ല, ജിമ്മിൽ പോകുന്നതല്ല, ജൂഡോ അല്ല, ഒറ്റവെട്ടിന് പ്രതിഷ്ഠിക പഠിക്കുന്ന ആരോഗ്യമല്ല ഞാൻ പറഞ്ഞത്. അച്ഛാന് പിടികിട്ടുന്നില്ലേ? ദൈവത്തിന്റെ മഹത്വം. വായില് വായിക്കത്തില്ലേ? നീയോ പത്യോപദേശത്തിന് ചേർന്ന് പ്രസ്താവിക്കാൻ വൃദ്ധന്മാർ നിർബന്ധവും ഗൗരവവും സുബോധമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യം. വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ഇങ്ങനെ ആരോഗ്യമുള്ളവർ സഭയ്ക്കകത്ത് വേണം. വിശ്വാസത്തിന് ആരോഗ്യം. ഇത് പനി വരുമ്പോഴേ പറയാം നമുക്ക് ഗബിയോനാന്റെ ആശുപത്രിയിൽ പോകണോ, അതോ മുത്തൂറ്റ് പാപ്പച്ചനെടുക്കാൻ പോകണോ, അതോ GMMക്ക് പോകണോ? നല്ല ആരോഗ്യം. സ്തോത്രം. നല്ല ആരോഗ്യം. ഇപ്പൊ അച്ഛൻ പറഞ്ഞത് മുന്നിൽ ഇരുന്ന് ഇപ്പം മെനക്കേടായല്ലോ എന്ന് നാളെ പറഞ്ഞു. നാളെ ഇവിടെ തന്നെ ഇരിക്കണം. സന്തോഷം കൊണ്ട് പറഞ്ഞു ഇവിടെ തന്നെ.
ദൈവത്തിന് മഹത്വം, വിശ്വാസത്തിന് ആരോഗ്യം. എന്റെ പ്രിയ സഹോദരന്മാരെ, ഒരു വിഷയം വരുമ്പോൾ വെപ്രാളം പിടിക്കരുത്, നീ പരവേശമെടുക്കരുത്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അടുത്തിരിക്കുന്നവൻ ധൈര്യപ്പെടുന്ന ഒരു രോഗം വന്ന് പേടിക്കേണ്ട ബാബു, പ്രാർത്ഥിക്കുക, യേശു നിന്നെ സൗഖ്യമാക്കും. ഒരു പ്രശ്നം വരുമ്പോൾ പറയണത് അധൈര്യപ്പെടരുത്, ദൈവം നിന്നെ വിടിവിക്കും. മറ്റുള്ളവന് വിശ്വാസം പറഞ്ഞു കൊടുക്കണം. വിശ്വാസത്തിന് ആരോഗ്യം വേണം, ആരോഗ്യമാണ്. ഇപ്പൊ ഞാൻ എന്നെ കൂടെ പറഞ്ഞാക്കാം, ഉപദേശമാര് വരെ എന്ന് വിശ്വാസത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. ഒരു പ്രയാസം എന്നാ പറയാൻ, നമുക്ക് ആശുപത്രി പോയി എന്റെ വണ്ടിയിലോട്ട് കയറിക്കോളാം. ഞങ്ങളുടെ കുഞ്ഞുഞ്ഞമ്മയെ കാണിക്കുന്നത് ഡോക്ടറെ ചാണ്ടിയെ അച്ഛനെ അവിടെ തന്നെ കൊണ്ട് നല്ല ആരോഗ്യം. മരുന്നടിക്കുന്നതിന് ഞാൻ എതിരി പറഞ്ഞതല്ല, പക്ഷെ വിശ്വാസത്തിന്റെ വാക്കേ പറയാവൂ. എന്റെ ദൈവം എന്നെ വിടിവിക്കും. ഈ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം തരും. ഈ പ്രതിസന്ധി മാറും. ഈ ദേശത്ത് നിന്ന് ദൈവം എന്നെ ഉയർത്തും. എന്റെ വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം തരും. ദൈവം നിന്നെ അനുഗ്രഹിക്കും. അന്യോന്യം വിശ്വാസത്തിന്റെ വാക്ക് പറ. ഹല്ലേലൂയ. നമ്മള് സുവിശേഷത്തിൽ വായിക്കുന്നല്ലോ, ഒരുത്തരെ പക്ഷപാതക്കാരനെ എത്ര പേര് ചുമന്നോട്ട് പോകുന്നതായിട്ട് കേൾക്കുന്നത്. എന്നിട്ട് അടുത്ത വാക്ക് എങ്ങനെയാണ് കേൾക്കുന്നത്? എങ്ങനെയാ സൂചന? അവരുടെ വിശ്വാസം. 4 പേരെല്ലാം അവന്റെ കടലിൽ കുടിക്കാനാണ് നടത്തുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത്, ആൾക്കാർ ധാരാളം തിങ്ങി വന്നത് കൊണ്ട് മാലിക്കപ്പൂടെ കയറ്റാൻ തോന്നില്ല. മേക്കൂര പൊളിച്ച ഇറക്കി അവനെ കട്ടിലോട് അവിടെ വെച്ചു. പക്ഷെ അവിടെ ഒരു പദം, അവരുടെ വിശ്വാസം കണ്ടു. അങ്ങനെ ഇരിക്കുന്നത് അവരുടെ. ഈ പക്ഷപാതക്കാരന് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ ചുമന്നോണ്ട് പോയവർക്ക് നല്ല വിശ്വാസമാണ്. ദൈവത്തിന്റെ മകത്ത് ചുമന്നോണ്ട് പോയവർക്ക് നല്ല വിശ്വാസമാണ്. ഇവരെ പറ്റി ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, യേശു കബർന്നഭൂമി വന്നപ്പം 4 പേരാണ് ഈ കട്ടില് ചുമന്നോണ്ട് പോയത്. 4 കട്ടില് 4 കാലല്ലേ? അത് ഇപ്പൊ സംശയമായി. പണ്ട് ഒരുത്ത പറഞ്ഞ പോലെ പഞ്ചപാണ്ഡവന്മാർ കട്ടിൽക്കാല് പോലെ 3, പഞ്ചപാണ്ഡവന്മാര് കട്ടിൽക്കാല് പോലെ 3. പഞ്ചം എത്രയാണെന്നറിയാമല്ല, കട്ടിൽക്കാൽ എത്രയാണെന്നറിയാമല്ല, 3 എത്രയാണെന്നറിയാമല്ല. അപ്പൊ എന്തായാലും ഈ 4 പേരൂടെ ചുമന്നോണ്ടാണ് പോയത്. അവരെ പറ്റി ഒരു ചിന്ത ഇങ്ങനെ, ഒരുത്തരെ ദൈവത്തിന് പകത്ത് ഇങ്ങനെ കൈ വീശി നടക്കും ഒരുത്തൻ. അപ്പൊ ആരാണ്ട് ചോദിച്ചു, അച്ഛൻ എങ്ങനെ കണ്ടമാനം വീശുന്നത്? ഞങ്ങള് 10-55 കൊല്ലമായിട്ട് ഒരു പരുവത്തിനകത്തിരുന്ന് വീശുന്നേ. ഞങ്ങള് അഞ്ചാരി സഭ ഉണ്ടായ കാലം മുതലേ ഉണ്ട്. നല്ല കാര്യം, അഭിനന്ദിക്കുന്നു. തുടക്കം ഞാൻ അഭിനന്ദിച്ചല്ലോ. ഞങ്ങളൊരു പരുവത്തിന് വീശുന്ന ബ്രദർ എന്നെ ഇങ്ങനെ കണ്ടമാനം വീശുന്നേ. അപ്പൊ അവൻ പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാൻ ഇങ്ങനെ കണ്ടമാനം വീശാൻ കാര്യമുണ്ട്. എന്നാ ഇത് വരണ്ട കൈയായിരുന്നു, നൊവരികയിലായിരുന്നു. ഇത് വരണ്ട കയ്യ്. നസറേയനാകുന്ന യേശു ഇവിടെ വന്ന് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ യേശു പറഞ്ഞു, എടാ കൈ നീട്ടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീട്ടാൻ മേലാത്തത് ആ സൂക്കേട്. ഞാൻ എന്തിയോ പറഞ്ഞു നീട്ടാൻ. യേശു പറഞ്ഞു കൈ നീട്ടാൻ. നീട്ടി. അയ്യോ, ഇത് നീളുകയും ചെയ്തു. അന്ന് മുതൽ ഞാൻ ആട്ടുകയും ചെയ്തു. ഇവനോട് കൂടെ ആട്ടടാ എന്നൊന്നും പറയണ്ട, അവൻ ആട്ടിക്കോളും. ഇതിപ്പോ കൺവെൻഷനും ലോകത്തിന് എന്ന പാട്ട് പാടുന്നവർ ഒരിക്കൽ കൂടെ ശക്തി ഇങ്ങനെ അർജുനന്റെ വില്ല് വളയും പോലെ നിന്ന് വളയുക. ഒരു പാട്ടല്ലല്ലോ പാടുന്നത്, ഒരു പാട്ടിനോട് ചേർന്ന് പിന്നങ്ങ് മിണ്ടുന്നില്ല. എനിക്ക് മൈക്ക് ഒരു സുഖം വരുന്നില്ല. അതിനെന്നാ കുഴപ്പമെന്ന് എന്നാന്ന് എനിക്കറിയാൻ വേണം. കൊണ്ടേ ഞാൻ പോയി കിടക്കും. ഞാൻ ഒത്തിരി സ്ട്രൈറ്റ് ചെയ്യാം. ജയ്സൺ നോക്കും. അപ്പൊ ശ്രദ്ധിക്കുക, അതിന് ജയ്സനെ നോക്കുക. എന്റെ ഇങ്ങോട്ട് നോക്കി, എന്നെ നോക്കി, കാണാൻ വലിയ ചേട്ടൊന്നുമില്ല, ഇങ്ങോട്ട് നോക്കി. അപ്പൊ ഇവനെ കൈ വരണ്ടിരുന്നവനാ. യേശു പറഞ്ഞ് കൈ നീട്ടാണ്. അവൻ വിശ്വാസത്തോടെ അങ്ങ് നീട്ടി. എന്റെ ആച്ചാ ആയുസ് കൈ കോടിയിരുന്നതാ. സ്തോത്രം. അന്ന് മുതൽ ഞാനൊന്ന് കൈ ആട്ടുക. അടുത്തിരിക്കുന്നവൻ ആട്ടുന്നുണ്ടോ എന്ന് എനിക്ക് വിഷയമല്ല. അടുത്തിരിക്കുന്നവൻ അല്ലേറിയ പറഞ്ഞ എന്റെ വിഷയമല്ല. അടുത്തിരിക്കുന്നവൻ എങ്ങനെയാന്നുള്ള എന്റെ വിഷയമല്ല. എന്റെ യേശു എന്നെ സൗഖ്യമാക്കി, യേശു എന്നെ വിടുവിച്ചു, യേശു എന്നെ രക്ഷിച്ചു. എനിക്ക് മൗനമായിട്ടിരിക്കാൻ ഒക്കത്തില്ല. അയ്യോ, എന്റെ
പ്രാണനെ അവൻ രക്ഷിച്ചു. എന്റെ കൈക്ക് സൗഖ്യം തന്നു. എന്റെ യേശു എന്നെ വിടുവിച്ചു. എന്റെ ദൈവം എന്നെ രക്ഷിച്ചു. മൗനമായിരിക്കാതെ സ്തുതിപാട്. ഇന്ന് രാത്രി ദൈവത്തിന് അടുക്കപ്പെടും. വിടുതൽ പ്രാപിച്ച ദൈവമക്കൾ, സൗഖ്യം പ്രാപിച്ച ദൈവമക്കൾ, നീക്കുപോക്ക് ലഭിച്ച ദൈവമക്കൾ കയ്യും കെട്ടി വായും കൂട്ടി മൗനമായിട്ടിരിക്കാതെ ഇന്ന് രാത്രി നിന്നെ വിടുവിച്ച്, നിന്നെ രക്ഷിച്ച്, നിനക്ക് വേണ്ടി ജീവനെ തന്നു നിന്നെ ആദരിച്ച ദൈവത്തെ ഇന്ന് രാത്രി മധുരോടെ സ്തുതിക്കാം. ഇന്ന് രാത്രി മൗനമായിട്ടിരിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്ത്, ഓ നിന്നെ രക്ഷിച്ച ദൈവം, രക്ഷിച്ച ദൈവം, വിടുവിച്ച ദൈവം, അവന്റെ പ്രാണന് വേണ്ടി ചെയ്തത്, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണിൽ നിന്നും വിടുവിച്ചു. ഓ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവത്തെ സ്തുതിപ്പാൻ ഇന്ന് രാത്രി ശരീരത്തിൽ വിടുതലുണ്ടാകട്ടെ, രോഗശാന്തി ഉണ്ടാകട്ടെ, രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിക്കട്ടെ, രോഗാത്മാവിന്റെ കെട്ടി ഇന്ന് രാത്രി പൊക്കട്ടെ. എന്റെ കൈകാലുകളെ ബന്ധിച്ച, കൈകാലുകളെ ക്ഷീണിപ്പിക്കുന്ന, അസ്ഥിക്കകത്ത്, ഞരമ്പിനകത്ത്, രക്തത്തിനകത്ത് കുടിയിരിക്കുന്ന രോഗത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി അഴിച്ചു മാറ്റി. അതാ മതി എല്ലാ കുടിയിരിക്കും കവലപ്പെടവന് ദൈവത്തിന് അടുത്ത, ദൈവത്തിന് അടുത്ത. എല്ലാ വേദനയും അവൻ ചുമന്നതിനാൽ, സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ, എല്ലാ വേദനയും അവൻ അടിപ്പിണരാ, അവൻ സൗഖ്യം അവൻ അടിപ്പിണരാ, അവൻ സൗഖ്യമാക്കി നടത്തിടുമേ. ഹല്ലേലൂയ, അവൻ രക്ഷകൻ. ഓ ഹല്ലേലൂയ, അവൻ സൗഖ്യമായവൻ. ആമേൻ. ഹല്ലേലൂയ, അവൻ രക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യമായവൻ. ഓ ഹല്ലേലൂയ, ശുദ്ധാത്മനായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ഹല്ലേലൂയ, ശുദ്ധാത്മനായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ദൈവത്തെ ശ്രദ്ധിക്കുക, ഓടിച്ചു മുമ്പോട്ട് പോകാം. അപ്പൊ ഇവരിങ്ങനെ കൈ ആട്ടി വരിക, നന്നായിട്ട് ആട്ടുക. അവൻ അടുത്തിരിക്കുന്നവൻ ആട്ടുന്നുണ്ടെന്നുള്ളത് വിഷയമല്ല, അടുത്തിരിക്കുന്നവൻ സ്തുതിക്കുന്ന അത് അവന്റെ വിഷയമല്ല. ഇതായിരിക്കണം നമ്മുടെ ചിന്ത. നമുക്ക് വേണ്ടിയാ യേശു മരിച്ചത്, നമ്മളെ ആ യേശു രക്ഷിച്ചത്, നമുക്ക് ആ യേശു സൗഖ്യം തന്നത്. മരണത്തിന്റെ കരാളകസ്പത്തിന്റെ പിടികൂടേണ്ട രംഗങ്ങൾ എത്ര കഴിഞ്ഞു. മരണത്തിൽ നിന്ന് നീക്കുപോക്ക് നൽകി ഇന്ന് രാത്രിയിലും ആയുസ്സോടെ വരുവാനും ഇരിക്കുവാനും ഇവിടെ എത്തുവാനും ദൈവം ചെയ്ത കൃപയോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. Praise the Lord. എത്ര അപകടങ്ങൾ, എത്ര വെടിമരണങ്ങൾ, എത്ര ആപത്തുകൾ, അനേകം ദുരിതക്കയത്തിൽ അകപ്പെട്ട് കിടക്കുക. അതിന് നമുക്ക് ദുഃഖമുണ്ട്, മനോഭാരമുണ്ട്, അവരുടെ വിഷമസക്തി ഓർത്ത്. പക്ഷെ അതിൽ നിന്നെല്ലാം ദൈവം നമ്മെ വിടുവിച്ചില്ലേ. പണ്ട് മലയ്ക്ക് പോയവനെ കടുവ പിടിച്ചപ്പോ അപ്പുറത്തുകാർ പപ്പടം കാച്ചു ഉണ്ടപ്പോ പറഞ്ഞാ പറഞ്ഞത്, കടുവ ഇല്ലായിട്ടാണോ മലയ്ക്ക്? അപ്പുറത്തുകാരനെ കടുവ പിടിച്ചു ചാത്തു. അവര് 16 അടിയന്തരം നടത്തിയപ്പോൾ ഗുരുവായൂർ പപ്പടം, മുഴുത്ത പപ്പടം. അപ്പൊ ഇവിടുത്തെ അപ്പന് പോയിച്ച് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കൊച്ചുങ്ങൾ അവിടെ പോയി പപ്പടം കൂട്ടി. അതൊരു പിള്ളേർ വന്ന് അമ്മയോട്, എന്റെ അമ്മയെ എന്തോ പപ്പടമായിരുന്നു, എടാ മുഴുത്ത പപ്പടം. പിന്നെ തള്ള പറയാ, എടാ മലയ്ക്ക് പോകാനിട്ടാണോ, കടുവ ഇല്ലായിട്ടാണോ പാട്ട വന്ന് തിണ്ണെ വന്ന് മുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ ഇതിനെയും കടുവ പിടിക്കുകയായിരുന്നു. നമുക്ക് മുഴുത്ത പപ്പടം കൂട്ടി അല്ല, വണ്ടി ഇല്ലാഞ്ഞിട്ടാണോ, റോഡില്ലാഞ്ഞിട്ടാണോ, രോഗാത്മാവില്ലാഞ്ഞിട്ടാണോ, അപകടം നടക്കാൻ പറ്റാനിട്ടാണോ? അല്ല. പക്ഷെ അതിൽ നിന്നെല്ലാം ദൈവം നിന്നെ വിടിവിച്ചതാണ്. ദൈവത്തിന്റെ മകത്വത്തിന്റെ ഞാനിനെ വീഴ്ചയിൽ വിടിവിച്ചതാ, പ്രാണനെ രക്ഷിച്ചതാ. ഓർത്തോർത്ത് ദൈവത്തിന് മകത്വം കൊടുക്കും. അവരിങ്ങനെ 4 പേര് ഒരുത്തൻ ഇങ്ങനെ കൈ ആട്ടി നടക്കുന്ന, അപ്പൊ അവനിങ്ങനെ ആട്ടി വന്ന് നടക്കില്ല.
അപ്പൊ അവൻ ആദ്യം വന്നപ്പോൾ ഒരുത്തൻ ഇങ്ങനെ മൊത്തം അവൻ മൊത്തം ഇങ്ങനെ തൂക്കി ഇടയ്ക്ക് തുള്ളി അവൻ തുള്ളിയും തൂത്ത് നടക്കുക. അപ്പൊ ചോദിച്ചു ആദ്യം എന്താന്ന് ചോദിച്ചിങ്ങനെ. അവൻ പുള്ളി പറഞ്ഞു എന്റെ അച്ഛാണ് ഇത് മൊത്തം കുഷ്ഠമായിരുന്നു, കുഷ്ഠം. ഒത്തിരി ചികിത്സ ചെയ്തു, ആയുർവേദം, അലോപ്പതി, പിന്നെ അലോപ്പതി, ആയുർവേദം, പിന്നെ ഹോമിയോ, വേറുണ്ട് യുനാനി. അപ്പൊ ആയുർവേദം, അലോപ്പതി, ഒറ്റമൂലി, ഹോമിയോയും യൂനാനി വരെ ചെയ്ത് ഒരു വിടുതലും കിട്ടിയില്ല. പാളയത്തിന് വെളിയില്ല, പുറത്താ, അകത്ത് കയറാനൊക്കത്തില്ല. അറ്റ കൈക്ക് ഒരുത്തം വന്ന് പറഞ്ഞു യേശു മലയിൽ നിന്ന് പ്രസവിക്കുന്നു, ഇറങ്ങി വരുമ്പം ചെല്ലാൻ പറഞ്ഞു. എന്തും മരണം നോർത്ത് ഞാന് ഗിരിപ്രഭാഷണം ചില ദിവസങ്ങളുണ്ടായിരുന്നു. ഏതാണ്ട് 28 സബ്ജക്റ്റോളം കർത്താവ് പ്രസംഗിച്ചു. ഗിരിപ്രഭാഷണം മത്തായി 5:6 3 അധ്യായം, 3 ദിവസം തന്നെ 3 അധ്യായം. ആ 3 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ആ പ്രസംഗം കഴിഞ്ഞ് യേശു മലയിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഒരു കുഷ്ഠരോഗി, മത്തായി 8:2 വായിക്കും. മത്തായി 8:2 പെട്ടെന്ന് വായിക്കും. 8:2. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്നു വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണമെന്ന് പറഞ്ഞ അടുത്തത് അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്. അടുത്തത് ഉടനെ കുഷ്ഠം മാറി. ദൈവത്തിന് മകത്വം. അപ്പൊ ഇവൻ പറഞ്ഞു ഞാന് അവൻ പുറത്തായിരുന്നു, എന്നെ ആരും അടുപ്പിക്കത്തില്ല, എനിക്ക് കൈ തരത്തില്ല, ഞാൻ ഒറ്റപ്പെടൽ അനുഭവിച്ചവനാ, ഞാൻ തിക്താനുഭവങ്ങൾ അനുഭവിച്ച വ്യക്തിയാ. അവൻ കുഷ്ഠരോഗം മുഴുവൻ കുഷ്ഠമായിരുന്നു. യേശു പർവ്വത പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ ഞാൻ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണം. യേശു എന്നെ തൊട്ടു, ഞാൻ ശുദ്ധമായി. അന്ന് മുതൽ ഞാൻ കൂത്തും തുള്ളി നടക്കുക. ഇതായി തുള്ളുന്നതിന്റെയൊക്കെ കാര്യം മനസ്സിലായോ? നീ വന്ന് മയിൽക്കുട്ടി ഇരിക്കുമ്പോൾ ഇരിക്കുക, അടുത്തങ്ങാടിരിക്കുമ്പോൾ തുള്ളി പറഞ്ഞാൽ നീ ഇങ്ങനെ മാല കണ്ടിട്ട് ഒരു നോക്കി എന്തിനാടാ ഇങ്ങനെ വന്നിരിക്കട്ടെ. ദൈവത്തിന് ഭക്തൻ വിടുതല പ്രാപിച്ചവൻ ഇന്ന് രാത്രി ദൈവത്തെ ശ്രദ്ധിക്കും. വിടുതല പ്രാപിച്ചവൻ ഇന്ന് രാത്രി ദൈവത്തെ മഹിതപ്പെടുത്തും. കാരണം യേശുവിൽ നിന്ന് സൗഖ്യം ലഭിച്ചവൻ, യേശുവിൽ നിന്ന് വിടുതല പ്രാപിച്ചവൻ, യേശുവിൽ നിന്ന് നീതിബോധം പ്രാപിച്ചവൻ അവന് മൗനമായിട്ടിരിക്കാൻ കഴിയത്തില്ല. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ദുഃഖം ഒന്നുമില്ല, പിന്നെ കാണും ഞങ്ങൾക്കു ഓ പരമരമേശ പരമരുളീശ ുള്ളിലും ഞാൻ ഇന്നു സൂര്യശോഭ കാണും. ഉള്ളിലും ഞാൻ ഇന്നും സൂര്യശോഭ കാണും. ഓ പരമരമേശ പരമരുളീശ അപ്പൊ ഒരുത്തരിങ്ങനെ ആറ്റി വരുന്നു, ഒരുത്തൻ പുള്ളി വരുന്നു, രണ്ടും ഒത്തു. അല്ല അങ്ങനെയുള്ളവരെ ഒത്തുപോകണല്ലോ. അവൻ എന്നോട് പറഞ്ഞു നമുക്കൊരു ഒരു ടീം, ഗോസ്പൽ ടീം. ഇന്നത്തെ പല ഗോസ്പൽ ടീമും അടിയുടെ വരുന്നതാണ്. ഒരുത്തന് പരിശോധന സമയം കൊടുത്താൽ മറ്റവൻ ഉടനെ കയറി ഉടനെ മുടക്കാം. ഉടനെ അവൻ അതിൽ ഒരുത്തനെ വിളിച്ചിട്ട് വാങ്ങാം, നമുക്ക് വേറൊരു മൈക്കുമായിട്ട് നമുക്ക് ജണ്ടായിക്ക് ഭാരതത്തിന്റെ അവിടെ ജണ്ടായിക്ക് ഇവിടെ അടുത്തല്ലേ മറ്റവരെവിടെ അവർ അയിത്തല്ലേ മിണ്ടിപ്പോകുന്നവനോട് എല്ലാവർക്കും ആത്മമായ പോവാ. രാവിലെ ഇറങ്ങി കിതാബുമായിട്ട് ഒറ്റ യോജിപ്പില്ല. തെളിവ് ചിത്രം പോലെ തെളിവ് തരാം. ദൈവത്തിന് മഹത്വം. ഇവർ രണ്ടുപേരും ടീമായി. ഏതാ ആട്ടിയ പുള്ളി, തൂത്ത് തുള്ളിയ പുള്ളി, രണ്ടും കൂടെ വന്നു. ഇവരിങ്ങനെ രണ്ടുപേരുടെ എന്റെ ഭാവന ലഘുലേഖ കൊടുത്ത് ഇങ്ങനെ സുവിശേഷം പറഞ്ഞു വന്നപ്പോൾ ഒരുത്തനെ അടക്കിയാൻ തുടങ്ങി. അപ്പൊ ചോദിച്ചു അച്ഛൻ തന്നെ ഇങ്ങനെ തുറക്കുകയും അടയ്ക്കുകയും തുറക്കന്നേ. ഞങ്ങൾ രോഗം തുടങ്ങുന്ന പോലെ തീരുന്നവരെ അടച്ചിരിക്കുക. ഞാൻ കണ്ടു അടയ്ക്കുന്നതൊക്കെ കണ്ടെന്ന് ഞാൻ കണ്ടു. ഞങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ അടച്ചായിരിക്കും. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് തുറക്കി അടയ്ക്കും തുറക്കി. അവൻ പറഞ്ഞു
എന്റെ സഹോദര പൊട്ടക്കണ്ണായിരുന്നു, ഒന്നും കാണാൻ മേലായിരുന്നു. യേശു വന്നേച്ച് പറഞ്ഞു, നിലത്ത് തുപ്പി ചേറുണ്ടാക്കി കണ്ണി തൂത്തേക്ക് പറഞ്ഞു, ശിലോകാം കുളത്തിൽ കൊണ്ട് ആ തപ്പിയും തടവിയാന്നേലും കുളത്തിൽ അവിടെ ചെന്ന് കഴുകി. അയ്യോ, കണ്ണങ്ങ് തുറന്നു. ഇപ്പം കർത്തവ, പണ്ട് കവി പറഞ്ഞ പോലെ കർത്തവാവിൽ നിന്ന് കറുത്തുറുമ്പ് പോയാലും കൃത്യം അതുപോലെ യേശു സൗഖ്യമാക്കിയ പൂർണ്ണ വിടുതല. ഇപ്പം വെള്ളയെഴുത്തും ഇല്ല, തിമിരവും ഇല്ല, ഞരമ്പും കടയുന്നില്ല, ഒരു കുഴപ്പവും ഇല്ല. വേറെ പുസ്തകം വായിക്കുന്നുണ്ട്, എത്ര ദൂരെയാണെങ്കിലും കൃത്യം കണ്ടുപിടിക്കും ഈ കണ്ണ് യേശു സൗഖ്യമാണ്. അപ്പൊ ഇവര് പറഞ്ഞു, ഞങ്ങളും അങ്ങനെ ഞങ്ങളുടെ കൂടെ കൂടിക്കോളാം. ദൈവത്തിന് മഹത്വം, ഞങ്ങളുടെ കൂടെ കൂടാൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ഇവരെ 3 പേരും കൂടെ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചു പോകുക. അപ്പൊ ഒരുത്തനെ ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞു വരിക. ഉറക്കെ എന്നാന്ന് ചോദിച്ചാൽ ഉറക്കെ പറഞ്ഞ, അയ്യോ പണ്ട് എന്ത് പറഞ്ഞാലും കേൾക്കുകയല്ല. യേശു ഇങ്ങോട്ട് വന്ന് തുറന്നു വരാൻ പറഞ്ഞു. എന്ത് വെച്ചാൽ ഇപ്പൊ അപ്പുറത്തെ വീട്ടിൽ പറയുന്നത് വരെ ഞാൻ പിന്നെ ചെല്ലു പറയത്തില്ല, നമ്മൾ സിറ്റൗട്ട് ഇരുന്നാൽ മതി, എല്ലാം കേൾക്കാറുണ്ട്. മാപ്പിള മെമ്മളെ ലൈറ്റ് ഓഫ് ആക്കി സിറ്റൗട്ട് ഇരിക്കുക, എന്നറിയാം അപ്പുറത്തെ വീട്ടിൽ എന്നാ പറയുന്നത്. അങ്ങനെയുള്ള വിദ്വാന്മാരുണ്ട്. പിന്നെ ഇരിപ്പ് കണ്ടിട്ട് ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ദൈവത്തിന് മഹത്വം. എന്തുമാകട്ടെ, ഇവൻ അതുകൊണ്ട് പറയാ, നേരത്തെ വെടിവെച്ച പുകയാ. ഇപ്പോഴങ്ങനെ എന്ത് പറഞ്ഞാൽ യേശുവിന്റെ ചെവി തുറന്നു. അപ്പൊ ഈ 3 പേര് പറഞ്ഞോ, ഞങ്ങൾ യേശുവിൽ നിന്ന് വിടുതല കിട്ടിയതാ, അങ്ങനെ കൂടിക്കോ. അങ്ങനെ 4 പേര്, ഇവര് 4 പേര് ഇങ്ങനെ കൂടിയപ്പോ അവര് പറഞ്ഞു, അയ്യോ നമ്മളെ സൗഖ്യമാക്കിയ യേശു കവർണഭൂമി വന്നിട്ടുണ്ട്. അപ്പൊ ഇവര് പറഞ്ഞ, എന്നാ നമുക്കൊന്ന് കാണാൻ പോകാം. നമുക്ക് വിടുതൽ തന്നവൻ, സൗഖ്യം തന്നവൻ, രക്ഷിച്ചവനല്ലേ, കാണാം. അപ്പൊ അതിനകത്ത് തൊഴുത്ത ബോധമുള്ളവനുണ്ട്. അവൻ പറഞ്ഞു, പിന്നെ പുള്ളിയിലൊക്കെ നമ്മൾ കാണാൻ പോകണം. പുള്ളിക്ക് അത് ഇഷ്ടമൊന്നുമില്ല, പുള്ളി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും വെറും കൈയായിട്ട് പോകരുത്. ദൈവാലയത്തിലോട്ട് ചെല്ലുമ്പോൾ വെറും കൈയായി പോകരുത്. ഉടനെ ഒരുത്തൻ പറഞ്ഞു, അത് നമ്മൾ പള്ളിയിലോട്ടല്ലല്ലോ പോകുന്നത്. ഉടനെ ഒരുത്തൻ പറഞ്ഞു, എടാ പൊട്ട, ദൈവാലയത്തെക്കാൾ വലിയവനാവിടുന്നു, അവിടുന്ന് യോനയേക്കാൾ വലിയവൻ, ശലോമോനിലും വലിയവൻ, ദൈവാലയത്തെക്കാൾ വലിയവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ. ദൈവാലയത്തെക്കാൾ വലിയവന്റെ അടുക്കലോട്ടാ പോകുന്നത്. വെറും കൈയായിട്ട് ചെല്ലരുത്. പുറപാട് പുസ്തകത്തിലും ആവർത്തനത്തിലും അങ്ങനെ വാക്യമുണ്ടല്ലോ, ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ പാടാൻ വയ്യ, എന്നാലും സന്തോഷം ഉള്ളത് കൊണ്ട് പാടുന്നൊന്നും അവകാശപ്പെടുന്നില്ല. വരിയൊക്കെ പറയാം, കൈപ്പിച്ച പാടണ്ട, വയ്യ. വെറും കൈയാൽ ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നിൽപ്പാൻ. ഒരു ദേവി പോലും ഇല്ല എന്നെ വണങ്ങും ഞാൻ. വെറും കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നിൽപ്പാൻ. ഒരു ദേവി പോലും ഇല്ല എന്നെ വണങ്ങും ഞാൻ. രക്ഷകൻ വീണ്ടെടുത്തത മൃത്യുവേ ഭയമില്ല. ഒറ്റ നാളിൽ സേവ ചെയ്യുന്നു, കാത്തു നിന്നു സദാ. വെറും കൈയാൽ ഞാൻ
അപ്പൊ ശ്രദ്ധിക്കുക, ഇവര് പറഞ്ഞു ദൈവാലയത്തെക്കാൾ വലിയവൻ വന്നിട്ടുണ്ട്, വെറുതെ അടുക്കച്ചെല്ലരുത്, കയ്യിൽ എന്തെങ്കിലും വേണം. അവര് നമ്മുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ. അപ്പം എന്റെ ഭാവനയും കൂടെ ചേർത്ത് കൊടുത്തു പറഞ്ഞു, കുഴപ്പമില്ല, പരിഹാരമുണ്ട്. ഇവിടെ അടുത്തുരത്തൻ കിടപ്പ് രോഗിയുണ്ട്, പക്ഷപാതക്കാരൻ, നമുക്ക് അവനെ നോക്കിക്കൊണ്ട് പോകാം. അപ്പൊ ഒരുത്തൻ ചോദിച്ചു, അയാൾ സമ്മതിക്കുമോ? എന്നാൽ നമ്മൾ കിടക്കില്ല, എടുക്കുക. നമ്മൾ ചില കേസൊക്കെ അങ്ങനെ എടുത്തെങ്കിലേ ഒക്കുള്ളൂ. ചിലതിനെ നമ്മൾ പിടിച്ചാൽ വരും, ചിലതിനെ പിടിച്ചോണ്ട് വരണം, ചിലതിനോട് പറഞ്ഞു കൊടുത്താൽ മതി, അഡ്രസ് വന്നോളും. ചിലതിനെ ഇപ്പൊ പിന്നെ മൊബൈലിൽ ഇട്ട് കൊടുക്കുകയില്ല, ഞാൻ പറഞ്ഞ ലൊക്കേഷൻ ഇട്ട് അതിന് വന്നോളും. ചിലതിനെ നോട്ടീസ് കൊടുത്താൽ മതി, വരും. ചിലത് അങ്ങനെ വരികയില്ല, അതിനെ പൊക്കി എടുത്ത് ഇവിടെ കൊണ്ടുവരണം. അപ്പൊ ഇവര് പറഞ്ഞു, അവൻ സമ്മതിക്കുവോ? എന്നാൽ സമ്മതിക്കാൻ തളർന്നു കിടക്കേക്ക് നമ്മൾ നോക്കുക. 4 പേരും കൂടെ അങ്ങോട്ട് ചേർന്നു, കതിരോടുകൂടെ അവനെ പോക്കി. ഈ യേശു വന്നു കബർന്നഹൂമിൽ. വീട്ടിൽ വന്ന് ഭയങ്കര ആള്, ഇരിക്കാൻ ഇടയില്ല. പിന്നെ ഇറക്കി നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ അവനെ കൊണ്ട് വെച്ചപ്പം അവിടെ എഴുതിയിരിക്കുന്നത് അവരുടെ വിശ്വാസം പൊക്കിക്കൊണ്ടുപോലുള്ള വിശ്വാസം. ഒരു കാര്യം കൂടെ പറഞ്ഞ ഭാഗം വിടാം, അല്ല ഇന്ന് അത് തന്നെ നിൽക്കേണ്ടി വരും. അത് ഗുണമാകുന്ന ഗുണമാകട്ടെ. ഈ 4 പേര് എന്റെ ഭാഷ 4 ടൈപ്പാണ് വിളിക്കുന്ന. ഇപ്പൊ ഫ്രണ്ട് 4 പേര് ഒരേ ടൈപ്പാണോ? സത്യം പറ. അല്ല, അച്ഛൻ്റെ സ്വഭാവം അല്ലല്ലോ. പേരെന്തുവാ? കായ്ക്കാൻ തോമാച്ചാനെ, മാതകുടിച്ചാനെ, പുളിയാമോസ് ആയിക്കോട്ടെ. ഒരേ പൊക്കവുമല്ല, സ്വഭാവം ഒരുപോലാന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ 4 പേര് പിണങ്ങാതിരിക്കാൻ ഞാനൊരു കാര്യം പറയാം. നിങ്ങളെ ഉദ്ദേശിച്ചല്ല, നിങ്ങളെ ഒരു ഉദാഹരണമാക്കുന്നതിലൂടെ അല്ല കുഴപ്പമുണ്ടാക്കരുത്, നമ്മൾ പരിഹരിക്കണം. അപ്പൊ ഈ 4 പേര് അവരുടെ മുന്നിൽ പക്ഷപാതക്കാരനെ കൊണ്ടുപോയത് ഒരേ പൊക്കമല്ല, നമുക്കറിയാം, ഒരേ പൊക്കമല്ല. എന്റെ ഭാവന, ഒരുത്തൻ 6 അടി, ഒരുത്തൻ 5 ഒരുത്തൻ 5.4, ഒരുത്തൻ 5, 5, 5.4, 5.5, 6, 5, 5.4, 5.5, 6, അല്ലെങ്കിൽ 5, 5.4, 5.5, 6, 4 കാലെ പിടിച്ചു. ഈ 6 ആരും കുനിയുന്നുമില്ല, വിധേയപ്പെടുന്നുമില്ല, ഒരു സമർപ്പണവുമില്ല. ഈ പക്ഷപാതക്കാരനെ കൊണ്ട് അവിടെ ചെല്ലാൻ പറ്റുമോ? ഒക്കത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. 6 കട്ടലിന്റെ കാലെ പിടിച്ച് കണ്ണടച്ചിട്ട് ഗ്ലോറി വിക്ടറി കാൽവറി ഗ്ലോറി എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. 5 അടിക്കാരൻ ആ കാലെ പിടിച്ചോണ്ട് അവന് കണ്ണു തുറക്കത്തില്ല, വിക്ടറി ഗ്ലോറി ജീസസ് റൈറ്റ് നൗ, അവൻ അങ്ങനെ നിൽക്കുകയാണ്. ഈ കത്തിനുമായിട്ട്, ഈ പക്ഷപാതക്കാരനുമായിട്ട് കവർണഭൂമി വീട്ടിൽ ചെല്ലാൻ പറ്റുമോ? പൊക്കത്തില്ല. അപ്പം ഈ 6 പൊക്കമുള്ളവൻ ഒന്ന് വിധേയപ്പെടുന്ന നല്ലതാണ്. അപ്പൊ നമ്മൾ 6 പൊക്കമുള്ള തങ്കച്ചോട് പറയാം, തങ്കച്ച കറിയാൻകുട്ടിയുടെ പൊക്കം തങ്കച്ചനറിയാം, 5 ഉള്ളൂ. അച്ചായന് ആരംഭകാലം മുതൽ 6 പൊക്കത്തിൽ നിൽക്കുക. തമ്പച്ചായനും അറിയാൻ വേണ്ടി വന്ന കാലം മുതൽ അച്ചായൻ 6 പൊക്കത്തിൽ നിൽക്കുക. അത് നാട്ടുകാർക്ക് അറിയാൻ, ഞങ്ങൾക്ക് അറിയാൻ സമ്മതിച്ചു, അഭിനന്ദിക്കുന്നു. പക്ഷെ തങ്കച്ചൻ ആ കാലം കയറി പിടിച്ചിരിക്കുക, അവനും അങ്ങോട്ട് വരണം. അപ്പം അച്ഛൻ അവിടെ വരെ ചെന്നാൽ പോലെ അവിടെ പറയാ, ഞാൻ ഇന്ന് വരെ നിനക്കെന്നെ അറിയത്തില്ല, ഞാന് വള്ളത്തെ വന്നതാ, കിട്ടുന്നില്ല. ഞങ്ങളങ്ങനെ ആർക്കും എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറ. ഞങ്ങൾ ശരിയായി ഉറഹായിന്ന്, പിന്നെ ഇടയസാത്തോട് വെച്ച് ഞങ്ങൾ വള്ളത്തെ വന്നതാ, ഞങ്ങളുടെ അപ്പച്ചനായിരുന്നു ഫ്രണ്ടിൽ. അതുകൊണ്ട് ഞങ്ങൾ എവിടെ ചെന്നാലും നാളെ ഞാൻ പറയാം, ഞാൻ ഒതുങ്ങ നാളെ. അതുകൊണ്ട് ഞാൻ പൂസത്തൊന്നുമില്ല, ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും. തങ്കച്ചനെ വേണേ കാലെ പിടിച്ച അവധി കണ്ടിട്ടും തങ്കച്ചന്റെ പിന്നെ നമ്മള് തങ്കച്ചൻ കണ്ടിട്ടാണ്, തങ്കച്ചായ
കറിയാച്ചന്റെ സ്വഭാവം തങ്കച്ചറിയാം. പുള്ളി ഈ സഭയിൽ വന്ന കാലം മുതലേ ഇങ്ങനെ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തങ്കച്ചാന്റെ കാര്യം ഇച്ചിരി ഇച്ചിരി കുത്തിക്കോ. അവിടെ കത്തിലും പക്ഷപാതക്കാരെ കൊണ്ടിയതല്ലേ, ഒരാത്മാവ് നേടണ്ടേ. അതുകൊണ്ട് തങ്കച്ചൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഞാൻ തങ്കച്ച. എന്നാലും അവൻ രക്ഷപ്പെടാൻ വേണ്ടി ഉടനെ തങ്കച്ചൻ പറയാം, എനിക്ക് ഇത്ര നീളക്കുറവുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ എനിക്ക് ഞാൻ ആരുടെ മുന്നിൽ ഇതുവരെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ആള് കൂടി അകത്തോട്ട് വളഞ്ഞ് മുമ്പിൽ ഉദ്യമനെ വിശ്വസിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്തും കാര്യമില്ല. എനിക്ക് ഇത്ര നീളം പറഞ്ഞുള്ളൂ, പക്ഷെ കുടുംബശ്രേഷ്ഠതയ്ക്കൊന്നും കുറവില്ല, പണത്തിനും കുറവില്ല, സാമുദായിക ബലത്തിനും കുറവില്ല. അറിയാൻ വേണം നിൽക്കാൻ പറയാം. ഞാനിപ്പോ എങ്ങനെ നിൽക്കുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ 6 കാരനും 5 കാരനും ഒക്കെ ഒന്ന് വിധേയപ്പെടാതെ എളിമപ്പെടാതെ അവരെല്ലാവരും കണ്ണടച്ച് കാലെ പിടിച്ച് നിൽക്കുക കട്ടിലിന്റെ എല്ലാവരും ഗ്ലോറി ഗാന്ധി വിക്ടറി ജീസസ് പാമ്പ് ചീറ്റ് പോലെ നിൽക്കുക. ഇവരാരും ഒന്ന് വിധേയപ്പെടാതെ എളിമപ്പെടാതെ സമർപ്പിക്കാതെ ഒരു വിധേയത്വമില്ലാതെ ഈ കട്ടിലിന്റെ കാലെ പിടിച്ച് കണ്ണു പിടിച്ച് കവർറൂമിൽ അങ്ങ് ചെന്നെന്ന് വെച്ചോ വഴി നിട്ടുള്ളത് കൊണ്ട് അവിടെ ചെന്ന് കട്ടില് വെക്കുമ്പോ കട്ടിലെ പക്ഷപാതക്കാരൻ കാണുകയില്ല, അവനെ അടിച്ചോണ്ട് വേറെ തവവും. ഇതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാരും പ്രവർത്തനമാണ്. രാവിലെ ഒരു കെട്ട് ട്രാക്കുമായിട്ട് അങ്ങനെ തമ്പിയുടെ ഹൃദയം തകരുന്നപ്പോൾ നീ എങ്ങോട്ട് പിന്നെ നിൽക്കൂ, ചിന്തിക്കൂ. പിന്നെ നിന്റെ യാത്ര എവിടെ? പിന്നെ ഉള്ള മുക്കിന് മൂലക്കും എല്ലാം നിന്ന് വിളിച്ചു പറയാ കർത്താവാകുന്ന യേശു പാപികളെ രക്ഷിക്കും. പഴയ നമ്മുടെ ഒന്നപ്പണി തങ്കച്ചാനാ പറഞ്ഞത്, ഒരുത്തം വിളിച്ചു പറഞ്ഞ കല്ലിശ്ശേരി ഏർപ്പെടും പാടുന്ന കർത്താവാകുന്ന യേശു പറയുന്നത് ഓടിക്കോളാൻ. എല്ലാം പ്രവർത്തനമാണ്. പരസ്യയോഗം നടത്തുന്നു, ടീം പ്രവർത്തനം, ലഘുലേഖ കൊടുക്കുന്നു, വീടുകളിൽ വിസിറ്റ്, ഹൗസ് വിസിറ്റിങ്, ഹോസ്പിറ്റലിൽ എല്ലാം നല്ല കാര്യമാണ്. ഭവന സന്ദർശനം, ഭയങ്കര പ്രാർത്ഥന, 21, 7, 13, 10 ഒരു നേരം 2 നേരം ഗുളിക കഴിക്കുമ്പോൾ ഉപവാസം. ഒരു നേരം ആയിക്കോട്ടെ. അമ്മാമ എത്ര? ഞാൻ 2 നേരം. സഹോദരി ഞാൻ 5 മണിയാകുമ്പോൾ കഴിക്കും. ആയിക്കോട്ടെ. അമ്മാമയോ ഞാൻ എല്ലാ ചൊവ്വാഴ്ച പ്രകാരം. സിസ്റ്റർ എങ്ങനെ? ഞാൻ എല്ലാ വെള്ളി, ഫ്രൈഡേ, സൺഡേ. ആയിക്കോട്ടെ. ഒരു ഇംഗ്ലീഷ് കേട്ടെ തോന്നുന്നത് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം. ഞാൻ എതിർക്ക് എല്ലാവരും പ്രവർത്തനമാണ്, ഭയങ്കര പ്രവർത്തനമാണ്. ആണ് കൺവെൻഷൻ, മിറ്റം പോലെ കൺവെൻഷൻ, മിറ്റത്തെ കൺവെൻഷൻ, സെൻട്രൽ കൺവെൻഷൻ, ലോക്കൽ കൺവെൻഷൻ, ഏരിയ കൺവെൻഷൻ, മേഖലാ കൺവെൻഷൻ, ഐക്യ കൺവെൻഷൻ. ഇനിയിപ്പോ ഭയങ്കര കൺവെൻഷൻ അവിടെ വരുന്നല്ലോ. എന്താ സ്ഥലപ്പേൻ കോട്ടയം യോഗിച്ചോന്റെ അസിസ്റ്റന്റ് പാസ്റ്റർ ആയിക്കോട്ടെ, ഞാൻ എതിർക്കുന്നില്ല. തിരുവല്ലയിലും പണ്ട് നടത്തി, കുമ്പനാട്ടെ, ഇനി നമുക്ക് ചിങ്ങവനത്തെ നല്ല കാര്യം. കരിയമ്പഴ, മുളകുട, അവിടെ ഷാരോന്റെ ബോർഡ് വെച്ചു തുടങ്ങി, നല്ല കാര്യം. ഈ ലോക്കൽ കൺവെൻഷനും മിറ്റത്തെ കൺവെൻഷനും സെൻട്രൽ കൺവെൻഷനും മേഖലാ കൺവെൻഷനും ഏരിയ കൺവെൻഷനും പിന്നെ ക്രൂസൈഡ്, തീമഴ, അഗ്നിമഴ, കൽമഴ, പെരുമഴ, സുനാമീസ്. ഞാൻ എതിർക്ക് ഇതെല്ലാം ഇതിനോട് യോജിപ്പുണ്ടോ? നിനക്ക് വിനയപ്പെടാനും ഒന്ന് ക്ഷമിക്കാനും മനസ്സുണ്ടോ? കൺവെൻഷനും പ്രവർത്തനത്തിനൊന്നും ഒരു പഞ്ചമില്ല. പക്ഷെ പുതിയ ആത്മാക്കൾ വരുന്നുണ്ടോ? ഈ വർഷം എത്ര എണ്ണം പുതുതായിട്ട് രക്ഷിക്കപ്പെട്ടു വന്നു? എത്ര പേരെ നീ സ്നാനപ്പെടുത്തി? നിന്റെ സഭയിൽ പുതിയ കുടുംബങ്ങൾ എത്ര വന്നു? എല്ലാവരും ഊമം തല്ലിയിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കാം, നാളെ താൻ തന്നെ പ്രസംഗിച്ചോ, ഞങ്ങൾ അറിഞ്ഞോട്ട് നിങ്ങൾ കാണുമല്ലേ? നിങ്ങൾ ഇല്ലേ? അത് മതി. ഭയങ്കര പ്രവർത്തനമാണ്, എല്ലായിടത്തും പ്രവർത്തനമാണ്. കൺവെൻഷന് പഞ്ഞമില്ല, രാത്രിപ്പിന് പഞ്ഞമില്ല, ഉപവാസത്തിന് പഞ്ഞമില്ല, ക്രൂസൈഡുകൾക്ക് പഞ്ഞമില്ല. പക്ഷേ എന്നെ കൂടെ പ്രതിയാക്കി പറയുക, ക്ഷമിക്കാൻ മനസ്സില്ലല്ലോ, പൊറുക്കാൻ മനസ്സില്ലല്ലോ, വിധേയപ്പെടാൻ മനസ്സില്ലല്ലോ. അതുകൊണ്ട് ആത്മാക്കൾ വരാത്തത്, അതുകൊണ്ട് പുതിയ കുടുംബങ്ങൾ വരാത്ത, പുതിയ വ്യക്തികൾ നമ്മുടെ വരാത്ത. ഇനിയിപ്പോ സ്നാനം നടക്കണമെങ്കിൽ സഭയുടെ വല്യപ്പന്റെ കൊച്ചുമോൻ ഇങ്ങനെ
മനസ്സ് വെക്കണം. അവരോട് കുറെ നാൾ വേണം മുങ്ങടാ നമ്മൾ ഞാൻ മുങ്ങത്തുള്ളൂ. പിന്നെ പറഞ്ഞാ നീ എന്റെ അങ്ങനെ ഒന്ന് മുങ്ങാൻ നമ്മൾ ഞാൻ മുങ്ങത്തു. അതിനാ നീ മുങ്ങാത്ത മുങ്ങിയവരുടെ ചരിത്രമല്ല ഞാൻ കണ്ടുവച്ച്. അവരിപ്പോൾ വാങ്ങി വീഡിയോ വലിക്കുന്നു, വാങ്ങിരുന്ന് കള്ളു കുടിക്കുന്നു, ബിയർ എന്നിട്ട് പറഞ്ഞത് അജീർണതയാണ്. അജീർണതയുള്ളതുകൊണ്ട് കല്യാണ വീട്ടിൽ ചെന്നാലും ആരും അറിയാതെ റബ്ബർത്തോട്ടത്തിന്റെ മുക്കിൽ നിന്നിച്ചില്ല. അച്ചാൻ കുടിച്ചെന്നല്ല പറഞ്ഞു, കുടിക്കുന്ന വിദ്വാന്മാരുണ്ട്. അച്ചാന് ചെറിയ അറിയാമായിരിക്കും. പേരൊന്നും പറയണ്ട, ഓം നമുക്ക് പറയാം. അപ്പൊ ഞാനും ഒന്ന് രണ്ട് പേരെ പറയാം. ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായി പ്രിയപ്പെട്ടവരെ, നീ ഒന്ന് സമർപ്പിക്കുന്നെങ്കിൽ, ക്ഷമിക്കുന്നെങ്കിൽ, പൊറുക്കുന്നെങ്കിൽ, ഒന്ന് എളിമപ്പെടുന്നെങ്കിൽ അനേകരെ ദൈവം ഒരിക്കൽ കൊണ്ടുവരും. വിശ്വാസം അല്ല അവിശ്വാസം. ഞാൻ എടുത്ത വിഷയത്തിലേക്ക് പിന്നെയും മടങ്ങി വരാം. അപ്പൊ സഹോദരന്മാരെല്ലാം ആരോഗ്യമുള്ളവരെങ്ങനാ? വിശ്വാസത്തിൽ ആരോഗ്യം. ഞാൻ വിഷയമൊന്നും വിട്ടുപോട്ടെ. നിങ്ങളെന്താ പുള്ളി ഇങ്ങനെ അങ്ങ് പോവുക, മറന്നു പോകുന്നൊന്നും മറന്നിട്ടില്ല. പുറപ്പാട് 1:8 മുതലാ വായിച്ചത്. അവൻ ഭഗവാൻ പറയാ, അവൻ പുരുഷന്മാര് ആ സഹോദരന്മാരല്ല ശക്തിയും ബാഹുല്യവും അങ്ങനെ എഴുതിയേക്കുന്നത്. എങ്ങനെ ശക്തിയും അല്ല ഇസ്രായേലിന് നമ്മളെക്കാൾ ശക്തിയും എന്ന് പറഞ്ഞ പുരുഷന്മാർക്കെല്ലാം നല്ല ആരോഗ്യം. അത് പൗലോസ് പറയാ വിശ്വാസത്തിൽ ആരോഗ്യം. വിശ്വാസത്തിൽ ആരോഗ്യമുള്ള സഹോദരന്മാര് സഭയ്ക്കകത്തുണ്ടെങ്കിൽ സഭയുടെ ആരാധനയ്ക്ക് വ്യത്യാസം വരും, അന്തരീക്ഷത്തിന് വ്യത്യാസം വരും, അവൻ സ്വന്തം പ്രവർത്തനങ്ങൾക്ക് വ്യത്യാസം വരും. ഈ ദിവസങ്ങളിൽ ആരോഗ്യമുള്ളവരെ ദൈവമെടുപ്പിക്കട്ടെ. അവിശ്വാസത്തെ ശാസിച്ച്, അവിശ്വാസം എന്ന ദുഷ്ടകൃത്യത്തെ ശാസിച്ച് വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിത്തീരും. നമ്മുടെ അടുക്കൽ ഒരുത്തം വന്നാൽ അവൻ വിശ്വാസത്തോടെ വേണം തിരിച്ചു പോകാൻ. നിരാശയോടും ഭാരത്തോടും തിരിച്ചു പോകരുത്. അവൻ ഭാരത്തോടായിരിക്കും ഇതിനകത്ത് വന്നത്. പക്ഷെ നമ്മുടെ സംസാരവും രീതി പ്രാർത്ഥനയും അഭിഷേകവും കാണുമ്പോൾ അവന് വിശ്വാസം വർദ്ധിക്കണം. ഇത് അവൻ ഇച്ചിരി വിശ്വാസത്തോടാ നമ്മുടെ സഭയെ വന്ന. നമ്മുടെ ഇരുമ്പ് കണ്ടപ്പോ അവന്റെ ഉള്ള വിശ്വാസവും അവൻ ഇച്ചിരി വിശ്വാസത്തോടാ നമ്മുടെ സഭ വന്നത്. അത് ബുദ്ധി കയറി മാറ്റി. അവൻ ഇച്ചിരി വിശ്വാസത്തോടാ വന്നത്. നമ്മുടെ ഇരുപ്പ് അങ്ങനെ. നീ ഇരിക്കുന്നിടത്തൊരു പൂജ പോലും വന്നിട്ട് സ്തോത്രം. ശരീരത്തിന് ക്ഷീണം കാണും, രോഗം കാണും, പ്രായം കാണും. അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചാൽ നീ പറഞ്ഞത് ദൈവമക്കളെ, അവൻ സ്തോത്രം. ഒരുത്തൻ രോഗിയായിട്ട് വന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കണം. ഒരുത്തൻ ക്ഷീണത്തോടെ ഇതിനകത്ത് കയറുമ്പോൾ, ഇവിടെ വിട്ടുപോകുമ്പോൾ, എന്റെ വാചകപ്പെടുന്ന കുതിരപ്പട പോകുമ്പോൾ പോകണം. വിശ്വാസത്തിൽ ആരോഗ്യം. ഓടിച്ച് അവസാനിപ്പിക്കാം. അപ്പൊ പുരുഷന്മാരെല്ലാം ആരോഗ്യം. സ്ത്രീകൾ എങ്ങനെയാണെന്ന് അറിയാമോ? സ്ത്രീകളെ പറ്റി സൂതികർമ്മിണികൾ പറഞ്ഞത് തെറവുള്ളവരെന്നാ. കണ്ടോ ഈ ഭാഗത്ത സൂതികർമ്മിണികൾ ഫറവോനോട് എബ്രായ സ്ത്രീകൾ ഇസ്രായേൽ സ്ത്രീകളെ പോലെ അല്ല, പിന്നെ അവർ നല്ല തിറവുള്ളവർ. തിറവുള്ളവര് സൂതികർമ്മിണികൾ. ആ പെണ്ണുങ്ങളുടെ പേരൊക്കെ രണ്ടെണ്ണം. പെണ്ണുങ്ങളുടെ പേര് സിപ്രായും പൂവായും കൂടെ പോവുക. രണ്ട് സഹോദരിമാര് സിപ്ര പൂവ, രണ്ടും കൂടെ പോവുക. എന്തിനാ? കൊച്ചുങ്ങളെ ഞെട്ടിക്കൊല്ലാൻ. അങ്ങനെ കൽപ്പന കൊടുത്തേക്കുന്നത്. ആ കൊച്ചുങ്ങളാണ് അങ്ങനെ തീർന്നു. ആ പെണ്ണുങ്ങളാകുമ്പോൾ ഇത് അറിയാമല്ലോ. രണ്ട് പെണ്ണുങ്ങൾ, രണ്ട് സ്ത്രീകള്. അല്ല, നിങ്ങൾ വേറെ പുസ്തകം മൊത്തം പഠിച്ച് ഈ രണ്ട് സ്ത്രീകൾ കൂടിയെടുത്തല്ല. എന്തിനാണ് അങ്ങനെ എന്നെ ഇങ്ങനെ നോക്കി നോക്കുമെന്ന് വേണ്ട. ജോലി രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായി. ഒരുത്തിയുടെ കൊച്ചിനെ എടുത്ത് മോട്ടിച്ചു, മറ്റൊരു അത്തും പോയി. ഒടുവിൽ ശലോമോൻ എടുക്കാൻ വന്നിരുന്ന് കൊല്ലാൻ പോണ്ടാക്കി. പിന്നെ ശലോമോന് ദൈവം ജ്ഞാനം കൊടുത്തത് കൊണ്ട് ശലോമോൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് പപ്പാന്ന് കണ്ടിച്ചു തരാം, മാള് കൊണ്ടുവരാൻ. കൊച്ചിനെ കിടന്ന് കണ്ടിക്കാൻ പോകും. അവർക്ക് കണ്ടിക്കാൻ അവർക്ക് പത്രം കൊടുത്തേക്കാൻ. അതാ പറ്റതല്ല. സ്വന്തവനല്ലേ അന്തം പായു പ്രശ്നമാണ്. അത് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ ഇവിടെ സിപ്രായും പൂവായും ഇവിടെ കൊച്ചുങ്ങളെ ഞെട്ടിക്കൊല്ലാൻ പോവാം. പക്ഷെ അവർക്ക് ഈ ഓമനത്തമുള്ള കുഞ്ഞുങ്ങളെ കണ്ടിട്ട് കൊല്ലാൻ തോന്നിയില്ല. എനിക്ക് തോന്നുന്നത്
അതുകൊണ്ടായിരിക്കും ഈ നേഴ്സുമാർക്കെല്ലാം നല്ല സാലറി. നേഴ്സാണ് നേഴ്സുമാർക്കല്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുക കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ 10 ഗുസ്തിയായിട്ട് നടന്നപ്പോൾ ബോംബെ ചാടി എങ്ങനെ ഒരു നേഴ്സിനെ കെട്ടി. മുംബൈ കിടക്കുന്ന ഗോവ് തന്നെ മിണ്ടുന്നില്ല. മിണ്ടണ്ട, കുറ്റമല്ല ഈ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ കൊച്ചുങ്ങളെ നിങ്ങൾ കൊല്ലാതെ രക്ഷപ്പെടുത്തി. അന്നേ സ്വർഗം തീരുമാനിച്ചതായിരിക്കും. ഈ സൂര്യ അതിന് ഇംഗ്ലീഷിൽ തെറ്റിയെങ്കിൽ പറയണം. എങ്ങനെ വായിച്ചാൽ അറിയാവുന്ന ഇംഗ്ലീഷ് ആയിക്കോട്ടെ. അപ്പൊ സ്ത്രീകളല്ല ഈ സഹോദരിമാര് പറയുക എല്ലാം നല്ല തിറമുള്ളവരാ. പുരുഷന്മാർക്ക് ആരോഗ്യവും സ്ത്രീകൾക്ക് നല്ല തിറം. അതെന്താ തിറമെന്ന് ഈ തിറമുള്ള സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ഒന്ന് പഠിച്ചു. അപ്പം പണ്ടൊരു പുസ്തകം ഉണ്ടായിരുന്നു, നമ്മുടെ പറഞ്ഞാമുട്ടി ചാക്കോച്ചായന്റെ സത്യവേദ പുസ്തക കമന്ററി നിഘണ്ടു. അത് ഇത്ര കാലമാണ്, വലിയ പുസ്തകമാണ്. അപ്പൊ ഞാൻ അതിങ്ങനെ ഒന്ന് പരതി അതിനകത്ത് ഒരു കാര്യം നോക്കിയ കൂട്ടത്തിൽ കണ്ടു. തിറമുള്ള സ്ത്രീകൾ. ആ തിറമെന്ന വാക്കിന് ഏതാണ്ട് 18 അർത്ഥം കൊടുത്തിട്ടുണ്ട്. തിറമെന്ന വാക്കിന് 18 അർത്ഥം. അതിലൊന്ന് ഒരർത്ഥം, തിറമെന്ന വാക്കിന്റെ അർത്ഥം പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്റേടത്തോടെ നേരിടാൻ തന്റേടമുള്ള സ്ത്രീകൾ. അതാ ഒരർത്ഥം. ഉദാഹരണം, മോശ ജനിച്ചപ്പോൾ ദിവ്യസുന്ദരനെ 3 മാസം ഒളിപ്പിച്ചു. രാജപുത്രന്മാർ ഇങ്ങനെ നടക്കുക, കൊച്ചുങ്ങളെ ഒളിപ്പിക്കുന്നവരെ കണ്ടാൽ കൊല്ലും, കൊച്ചുങ്ങളെ കൊല്ലും, ആ കൊച്ചുങ്ങളെ. അന്നേരം ഈ ദിവ്യസുന്ദരനാകുന്ന ഈ കുഞ്ഞിനെ 3 മാസം ഈ അമ്മ ഒളിപ്പിച്ചു. ആ തിറവെന്ന വാക്കിന്റെ അർത്ഥം എന്ത് കഴിവാണ്. നിങ്ങൾ അമ്മമാരും സഹോദരിമാരും ആ കൊച്ചു കരയത്തില്ലേ? അതെ. അപ്പൊ ഇങ്ങനെ കരയുന്ന കൊച്ചിനെ എന്ത് കഴിവുണ്ടായിട്ടാ അതിന്റെ കരച്ചില് വേറൊരാൾ അറിയാതെ, അഖിലത്തുകാരറിയാതെ, മറ്റുള്ളവരറിയാതെ, രാജവൃത്യന്മാരറിയാതെ 3 മാസം തിറവുള്ളതുകൊണ്ട് ഭയങ്കര കഴിവാണ്. നമ്മുടെ കൊച്ചുകൾ കല്യാണം പറയുന്നത് കൊച്ചിനെ പിടിക്കുക, അത് കീച്ച് പുള്ളിയുടെ പുള്ളി താരം പിടിച്ചോടിക്കുമ്പോൾ എവിടാണെന്ന് എന്നോട് ചോദിക്കരുത്. കൊച്ച അപ്പി ഇട്ടു ഉടനെ അവന്റെ മക്കളോട് ഭയ ശബ്ദം കേട്ടോണ്ട് ഞാനും ചെന്നു. അങ്ങനത്തെ ശബ്ദമാണ് ഉണ്ടാക്കിയത്. പറഞ്ഞ ഭാഷ ഞാൻ പറയണോ? ആ അവനെ പെട്ടെന്ന് കേട്ടു. ഞാൻ പറഞ്ഞ ഈ അപ്പി ഇട്ട കൊച്ചിനെ കൈലോട്ട് കൊടുത്തു. അവൻ ഇങ്ങനെ നിൽക്കുക. അവർക്ക് അന്നാലും ഒരു കോള് വന്നു. അവൾ പറഞ്ഞു എന്തോ വിശേഷം പറഞ്ഞാണ്. അവൻ നിൽക്കുക. അവന്റെ ഗതികേട് അത് നമുക്ക് അഭിഷേകം വിട്ടേക്ക. ആകെ 2 സ്വന്തം പറഞ്ഞ നിങ്ങൾ ആ വഴി ഞാൻ നടക്കുന്നില്ല, വെറുതെ കുത്തിയിരിക്കുക, അതുങ്ങളെ എന്തിനാ വഴി അടയ്ക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അത്രയ്ക്ക് കഴിവാ സ്ത്രീകൾക്ക്. 3 മാസമാണ് ഒളിപ്പിച്ചത്. മാത്രമാണോ ആ തിറവെന്ന വാക്കിന്റെ അർത്ഥം? 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പെട്ടമുണ്ടാക്കി മോശക്കുഞ്ഞിനെ പെട്ടകത്തിനകത്ത് കിടത്തി ഈ പശുക്കെല്ലാം ചൊട്ടിച്ച് അമ്മയും മൂത്തവങ്ങളും നിറിയ 8 വയസ്സ്. നോക്കത്ര വയസ്സുണ്ട്? 5 ഉണ്ടോ? പറയുക 8 വയസ്സുള്ള കുഞ്ഞ്. ഭയങ്കര കഴിവാ, കൊച്ചിലൊക്കെ കഴിവാ കേട്ടോ. അമ്മയെ മോളും കൂടെ സെലക്ട് ചെയ്ത് ഞാനടപ്പെട്ടകത്തിൽ കൊച്ചിനെ ആക്കിയിട്ട് നൈനദിയുടെ സൈഡിൽ വെള്ളത്തിനകത്ത് ഞാനടെ കൊണ്ട് പെട്ടകം ഒളിപ്പിച്ചു. ഒളിപ്പിച്ചിട്ട് അവിടെ എടുത്തിരിക്കുന്നത് അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്നെന്നാ 2ന്റെ 4 വായിച്ച് 2-4 അവൻ എന്ത് ഭവിക്കുമെന്ന് അറിയേണ്ടതിന് അവന്റെ പെങ്ങള് ഏതായാലും മൈക്ക് കൊടുത്തു. അവൻ എന്ത് ഭവിക്കുമെന്ന് അറിയേണ്ടതിന് അവന്റെ പെങ്ങൾ ഈ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ അവൻ കൊച്ചിനെ ഒളിപ്പിക്കുന്നവരെ കൊല്ലും, കൊച്ചിനെ കൊല്ലും. അന്തരീക്ഷം വളരെ മോശമാണ്. ആ മോശമായ പ്രശ്നകലുഷിത
സുരക്ഷിതമായ അന്തരീക്ഷത്തിലും ആ സ്ത്രീകളുടെ കഴിവ് കണ്ടു. കൊച്ചിനെ പെട്ടകത്തിനകത്ത് ഒളിപ്പിച്ച് ഞാനാണെങ്കിൽ ദുഷ്ടജന്തു ഉള്ളതാ അവിടെ കൊണ്ടുവച്ച് ഇങ്ങനെ ദൂരത്ത് നിൽക്കുക. അവൻ എന്ത് ഭവിക്കുമെന്നറിയാം. ആ തരം കഴിവാണ്. അങ്ങനെ അവൾ വീക്ഷിച്ചും സൂക്ഷിച്ചും 8 വയസ്സുള്ള നിറിയ ഇങ്ങനെ നിൽക്കുമ്പോൾ ഫറവോന്റെ പുത്രിയും തോഴിമാരും കുളിക്കാമെന്ന് പെട്ടകം കണ്ടു. ചരിത്രം നിങ്ങൾക്കറിയാം. എടുത്തടുപ്പിച്ച് തുറന്നപ്പം ഓമനത്തമുള്ള ദിവ്യ സുന്ദരനായ ഒരു എബ്രായ കുട്ടി, യാതൊരു സങ്കോചവും കൂടാതെ ഭാവവ്യത്യാസം ഉണ്ടാക്കാതെ 8 വയസ്സുള്ള പെൺകൊച്ച്, എന്റെ ഭാഷയിൽ പറയാം കേട്ടോ, അങ്ങോട്ട് എന്ന് ചോദിച്ചു, തമ്പുരാട്ടി ഈ കൊച്ചിനെ വളർത്താൻ പാല് കൊടുക്കാൻ ആളിനെ വേണോ? സ്വന്തം ആളെയാ, പക്ഷെ ഭാവവ്യത്യാസം ഒന്നുമില്ല. അത്തരമെന്ന് വാങ്ങിന്റെ അർത്ഥമാണ്. ഈ കൊച്ചിനെ വളർത്താൻ ആണ്. ഉടനെ തമ്പുരാട്ടി പറഞ്ഞു, നിനക്ക് വലിയൊരു പരിചയമുണ്ടോ? ഞാൻ നോക്കട്ടെ, അവിടെ എനിക്ക് വെയിറ്റ് ചെയ്യും. അവൾ ഓടി വന്ന് വീട്ടിൽ വന്ന് അവൾ അമ്മയോട് പറഞ്ഞു, പരിപാടി വിജയിച്ച് പെട്ടെന്ന് വരാൻ. തള്ള അതിനും വിളിക്കുക. തള്ളയും വന്ന് ഭാവവ്യത്യാസം ഒന്നുമില്ല. എന്റെ ഭാഷയെ പറഞ്ഞ തമ്പുരാട്ടിന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുകയാണ്. അവിടെ തമ്പുരാട്ടി പറഞ്ഞു, എടി ഇത് എനിക്ക് ഇവിടെ കിടന്ന് കിട്ടിയ കൊച്ച. ഓ ആമേ, നിനക്ക് ഇതിന് പാല് കൊടുത്ത് വളർത്താവോ? നിനക്ക് ശമ്പളം തരാം. ഓ, അത് അത്തറവെന്ന വാക്കിന്റെ അർത്ഥം. നിങ്ങൾ വലിയൊരു കാര്യം ഞാനോ വളരെ അങ്ങനെ കൊടുത്തുന്ന വർത്തമാനം പറഞ്ഞ എന്റെ കൊച്ച 3 മാസം ഒളിപ്പിക്കാണ്ട് ബാക്കി പാല് കൊടുക്കാൻ എനിക്ക് അതിന്റെ പള്ള കീറുന്നതാണ്. മനസ്സിലായല്ലോ? അത് ആ തെറവെന്ന വാക്കിന്റെ അർത്ഥം. തുറക്കി പ്രശ്നങ്ങള് ആ പ്രശ്നം കൈകാര്യം ചെയ്തതിനാണ്. നിങ്ങളെ പ്രശ്നം കിട്ടിയാലോ പറ. അത് ഭാഷകളാക്കി അറിയിക്കേണ്ടവനെ എല്ലാം അറിയിച്ച് ഫോൺ ചെയ്ത് ഒക്കുന്നെങ്കിൽ വിളിച്ചു പറഞ്ഞ് സ്തോത്രം. വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിട്ട് സഭയിലൊന്ന് വന്നേ, ഉടനെ മുഖവും വീർത്ത് ഉടനെ അടുത്തിരിക്കണേ, എന്നാ പറ്റും? ഒന്നും പറയണ്ട. അറിയിക്കാവുന്നവരെ പരമാവധി അറിയിച്ചത് കോളമാക്കി വഷളാക്കി ഭർത്താവിന്റെ വീട്ടുകാരെ നാറ്റിച്ച് ഇപ്പൊ എല്ലാരും ഗബ്രിയേൽമാരായി ഇരിക്കുമ്പോൾ ഇരിക്കുക. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരിമാരോട് പറയുക, നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും. കുഞ്ഞുങ്ങളുടെ പ്രശ്നമായിരിക്കാം, ഭർത്താവിന്റെ പ്രശ്നമായിരിക്കാം, ഭർത്താവിന്റെ വീട്ടുകാരുടെ പ്രശ്നമായിരിക്കാം, വേണ്ടപ്പെട്ടവരുടെ പ്രശ്നമാണ്. അത് ഇരിക്കവി അറിയാതെ പ്രാർത്ഥിച്ചു പരിജ്ഞാനത്തോടെ നീ പരിഹരിക്കുന്നെങ്കിൽ അതാ ഏറ്റവും അനുഗ്രഹം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അത് വേറെ ആർക്കും കൊണ്ട് കൊടുക്കരുത്. നിന്റെ വീട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ ആ ദൈവം തന്നെ ആ വീട്ടിൽ വിട്ടിരിക്കുന്നത്. ഞാൻ മാന്യ സഹോദരിമാരോട് പറയാ, ഒരു വീട്ടിൽ കുടുംബജീവിതത്തിനായി നിങ്ങളെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നെങ്കിൽ ആ വീട്ടിൽ ഒത്തിരി പ്രശ്നം കാണും. ചിലപ്പോൾ കണ്ടെന്ന് വരാം, തകർന്ന വീടായിരിക്കാം, പ്രാണിച്ചുള്ള വീടായിരിക്കാം. പക്ഷെ ഒരു കാര്യം പറഞ്ഞ് നിന്നെ അങ്ങോട്ട് കൊണ്ടുവന്നത് നീ മുഖാന്തരം ആ വീട് രക്ഷപ്പെടാനാ, നീ മുഖാന്തരം ആ വീടിന്റെ പ്രശ്നം പരിഹരിക്കാനാ. അത് ഏറ്റെടുത്ത് അനുസരിക്കുന്നവരെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ തുതിക്കുന്നു. അപ്പൊ സ്ത്രീകളെല്ലാം നിറമുള്ളവരെ. നിറമെന്ന വാക്കിന്റെ ഒരർത്ഥമാ പ്രശ്നം വന്നാൽ തന്തയിടത്തോടെ നേരിടാൻ തന്തയിടം. 18 അർത്ഥമുണ്ട്, ഒന്നേ പറഞ്ഞോളൂ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നേരെ പോയ നേരത്തെ ആള് 18 പറയാൻ ഇരിക്കുകയാണോ? ഓ, ഇരിപ്പ് കണ്ടിട്ട് 3 പോലും പറയാൻ തോന്നുന്നില്ല. ദൈവത്തിന് മകട്ട് ഒന്നുകൂടെ പറഞ്ഞാൽ ഏതായാലും വന്ന വഴിയല്ലേ. ഒന്ന്, പ്രശ്നങ്ങൾ ഉണ്ടായാൽ പ്രശ്നത്തെ തന്റെയിടത്തോടെ നേരിടാൻ തന്റെയിടമുള്ള സ്ത്രീകൾ. അതത്ര. ഇനിയും അടുത്തത് പറയുന്ന പ്രണം കരുത്. പ്രശ്നം ഉണ്ടാകാനും മുന്നില്ല. പ്രശ്നം വായിക്ക് സംഖ്യ 12 അതിനുള്ള വാക്യമാണ്. സംഖ്യ 12:1. പ്രശ്നം ഉണ്ടാകാനും മുന്നില്ല. വായിച്ചു. മോശെ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിര്യാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചപ്പോൾ അമ്മാമ്മ കയറി മുടക്കി. ആരെ? പണ്ട് നോക്കി നിന്ന് അമ്മാമ്മ തന്നെയാ ഇപ്പൊ മുടക്കം.
ചരിത്രം പറഞ്ഞ അമ്മാമ്മ എല്ലാ കൂടാരത്തിലും കയറി കുരുക്കൊപ്പിച്ചു. എന്നാലും ഇവനെ അവളെ കെട്ടിയപ്പോ എന്നോടൊന്ന് പറയണ്ടായിരുന്നോ ഞാൻ ഇതിനു വേണ്ടി എന്ത് കഷ്ടപ്പെട്ടു. ഇപ്പൊ മാത്ത് എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ ഞാൻ ഒരുത്തിയെ കൊള്ളായിരുന്നു. അപ്പൊ വന്ന വഴി ഇപ്പൊ വലിയ മാസ്റ്ററായി വലിയ പുള്ളിയായി. എന്നാലും ഇവൻ എന്നോടൊന്ന് ഞാനറിയാത്ത മാസ്റ്ററാണോ ഇവനെ ആരും അത് ദൈവം വല്ലതും വിളിച്ചതാണോ എന്ത് പ്രശ്നം ഉണ്ടാക്കി തള്ളാം. മിണ്ടുന്നില്ല. ഇരിപ്പ് കാണുമ്പോൾ നിങ്ങൾ പ്രശ്നക്കാരാണോ എന്ന് എനിക്ക് തോന്നിപ്പോകും. എന്റെ ആ തോന്നൽ മാറ്റി വെച്ച് വിടണം. പ്രശ്നമുണ്ടാക്കി കൂടാരത്തിലെല്ലാം കയറി പ്രശ്നമാക്കി. അപ്പൊ പ്രശ്നങ്ങൾ വന്നാൽ തന്റെ ഇടത്തോടെ നേരിടുകയും ചെയ്യും. പ്രശ്നം ഉണ്ടാക്കാനും ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറയാം. അതുകൊണ്ട് വന്ന വഴി പറഞ്ഞങ്ങ് പോകാം. അതുകൊണ്ട് എന്തോ സംഭവിച്ചെന്നറിയാമോ? മിരിയാം കനാനിലെത്തിയില്ല. നീ സഭയ്ക്കൊക്കെ കിടന്ന് പ്രശ്നമുണ്ടാക്കിയാൽ, വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കിയാൽ, ഭർത്താവിനോടോ മക്കളോടോ ഭർത്താവിന്റെ വീട്ടുകാരോടോ അയലത്തുകാരോടോ സഹോദരങ്ങളോടോ അനിയത്തിയോടോ ചേട്ടത്തിയോടോ ഒക്കെ നിങ്ങൾ എന്നും കൊമ്പ് കോർത്ത് പ്രശ്നമാണെങ്കിൽ നിനക്ക് അങ്ങ് ചെല്ലാനൊക്കത്തില്ല. ചെല്ലാനൊക്കുകയെന്നുള്ള മാത്രമല്ല, നല്ല ജാക്കാരെയും കിട്ടുകയില്ല. മിരിയാം അങ്ങനെ മരിച്ചേ? മരിച്ചോ? മിരിയാം മരിച്ചോ? അതാ കഥപാട്ട്. മിരിയാം മരിച്ചതിനെ പറ്റി വേറെ പഠിതാക്കൾ പറയുന്നത് വായിച്ച് സംഖ്യാപുസ്തകം 20 വായിച്ച്. സംഖ്യ 20 മുതൽ പെട്ടെന്ന്. ഒന്നാം മാസം സീൻ മരുഭൂമിയിലെത്തി. ജനം കാദേശിൽ വന്ന് പാർത്ത് പടുത്തത്. അവിടെ വെച്ച് മിരിയാം മരിച്ചു. ശ്രദ്ധിച്ചേ, അമ്മാമ പ്രവാചകിയ സോദരി സമാജത്തിന്റെ പ്രസിഡന്റ് അമ്മാമനെ തപ്പെടുത്തത്. സുശേഷവരയ്ക്ക് അമ്മാമ മുൻപന്തിയില്ല. എല്ലാത്തിനും അമ്മാമ നമ്പർ വേണം. തെരവുള്ള അമ്മാമയാ. പക്ഷേ കാദേശിൽ വന്നപ്പോൾ അമ്മ മരിച്ചു. ജനം കാദേശിൽ വന്നു. അവിടെ വെച്ച് മിരിയാം മരിച്ചു. മിരിയാം കാദേശിൽ വെച്ച് മരിച്ചു. കനാനിൽ ചെന്നില്ല. അപ്പൊ നിങ്ങൾ പറയും അഹരോൻ ചെന്നില്ലല്ലോ. ചെന്നില്ല. മോശം ചെന്നില്ലല്ലോ. അതെ, അല്ല അമ്മാമ്മ ചെന്നില്ല. അവരും പോയില്ലല്ലോ. പക്ഷെ അമ്മാമ്മ കാദേശിൽ വെച്ച് മരിച്ചു. അഹരോൻ മരിച്ചത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട മേളിൽ ചെന്നാ മരിച്ചേ. അഹരോൻ പറ. അഹരോനെ എലിയാസറിനെ കൂടെ മോശ ഹോർ പർവ്വതത്തിന്റെ മുകളിൽ കയറ്റി അഹരോന്റെ വസ്ത്രം ഊരി എലിയാസിന് കൊടുത്തു. അഹരോൻ അവിടെ വെച്ച് മരിച്ചു. ഇസ്രായേലിൽ വിലപിക്കുകയും ചെയ്തു. മോശയും മരിച്ചതിന് പർവ്വതത്തിന്റെ മുകളിൽ പിസ്ക. ഈ അമ്മാമ മരിച്ചത് കാദേശിക. അപ്പൊ നിങ്ങൾ എന്തിനാ അതിനെന്ത അമ്മാമ മരിച്ചത് എങ്ങനെയാന്ന് അടുത്ത വാക്യം കൂടെ വായിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. വായിച്ച് അങ്ങനെ അവളെ അടക്കം ചെയ്തു. അടുത്തത് ജനത്തിന് കുടിപ്പാൻ എന്ന് പറഞ്ഞാൽ കാദേശിൽ ഒരു പ്രകൃതി വെള്ളമില്ലായിരുന്നു അവിടെ എന്ന് പറഞ്ഞാൽ മിരിയാം മരിച്ചത് വെള്ളം ഇറക്കാണ് മരിച്ചത്. നമ്മളിത് വായിച്ചെന്ന് വിടും. കേൾക്കുമ്പോൾ കുഴപ്പമില്ല. നല്ലൊരു ചിന്ത ആയിക്കോട്ടെ. നമ്മുടെ ജീവിതത്തെ കൂടെ പരിശോധിച്ചോണം. വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കി, സഭയെ കിടന്ന് വഴക്കുണ്ടാക്കി, കൂടാരം മുഴുവൻ കയറി ഇറങ്ങി സൗമ്യനായ മോശക്കെതിരെ തന്ത്രങ്ങളും അവൻ കുരുക്കുകളുമെല്ലാം ഒപ്പിച്ച് മിടുക്കിയായിരുന്നു. പക്ഷെ ആ മിടുക്ക് അധിക നാൾ നിന്നില്ല. കനാനിലോട്ട് ചെല്ലാനും ഒത്തില്ല. കാദേശിൽ വെച്ച് മരിച്ചു. മരിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ വെള്ളം ഇറങ്ങാതെ മരിച്ചതാ. അങ്ങനെയൊക്കെ മരിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമ്മളാരെയും വിധിക്കണ്ട. ഇതൊക്കെ കാണുമ്പോ എന്റെ പ്രിയര് നമ്മുടെ ഭാഗം ഒന്നുകൂടെ ക്രമീകരിക്കണം. അടുത്തിരിക്കുന്നവരെ ആരെയും വിധിക്കണ്ട. നമ്മുടെ ജീവിതം ഒന്നുകൂടെ ക്രമപ്പെടുത്തണം. നല്ല അന്ത്യം കിട്ടിയ ധാരാളം ആൾക്കാർ വേറെ പുസ്തകത്തിലുണ്ട്. നല്ല അന്ത്യം ദൈവത്തിന് മകത്വം. ലാസറിനെ ആരും ഗവനിക്കുന്നില്ല. വടിവാതൊക്കെ കിടക്കുക ധനവാന്റെ. പക്ഷെ ദൂതനാ കൊണ്ടുപോകും. നമ്മളെ കൊണ്ടുപോകാൻ ആരാണോ വരുന്നത്? ചിലരുടെ നോട്ടോ ഇരിപ്പം കണ്ടിട്ട് മറ്റേ പുള്ളി വരാനാ മനസ്സിലായില്ല.
അതിലെ ചിലവർ ഓടി വായോ ഞെട്ടിക്കൊല്ലാൻ വരുന്ന അയ്യോ മറ്റേ പുള്ളി വരിക. എന്നെ കേൾക്കുന്ന പ്രിയർ, ഇവിടെ വലിയ മെഡിക്കൽ സാമർഥ്യം ഒന്നും കാണിച്ചില്ലെങ്കിൽ നല്ല അന്ത്യത്തിന് പ്രാർത്ഥിക്കണം. ദൈവത്തിന് മകട്ടെ, ദൈവത്തിന് മകട്ടെ. നമ്മുടെ വിഷയത്തിൽ വരാം. അവൻ തരമുള്ള സ്ത്രീകൾ, ആരോഗ്യമുള്ള പുരുഷന്മാർ, ജനിക്കുന്ന സന്തതി ഊർജ്ജന്മാരാ. അത് കണ്ടറിഞ്ഞ് ഇസ്രായേൽ മക്കളെ ശക്തമായി പീഡിപ്പിച്ചു. പീഡയേറ്റി അവർ നിലവിളിച്ചു. ഒടുവിൽ മോശ മുഖാന്തരം ദൈവം തമ്പുരാൻ ഇവരെ പുറപ്പെടുവിച്ചു. അങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദൈവം തമ്പുരാൻ ഇവർക്ക് പുറപ്പാട് കൊടുത്തു. ആ പുറപ്പാട് കൊടുക്കുമ്പോൾ പ്രാരംഭത്തിൽ 9 ബാധ വിട്ടു. 9 ബാധയ്ക്ക് മാനസാന്തരമില്ല. ഓരോ ബാധ കഴിയുമ്പോഴും പറവോൻ ഓരോ യോഗം വെക്കും. യോഗം കഴിയുമ്പോൾ ബാധ മാറും. ഉടനെ പറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. നിങ്ങൾ പുസ്തകം പഠിച്ചാൽ 6 പ്രാവശ്യം പറവോൻ തന്നെത്താൻ ഹൃദയം കഠിനമാക്കി. 6 പ്രാവശ്യം. 6 എന്നുള്ള കണക്ക് മാനുഷിക സംഖ്യയാണ്. ദൈവം കൊടുത്തതാ. 6 പ്രാവശ്യം അവസരം കൊടുത്തു മാനസാന്തരപ്പെടാൻ. ഇവനെ മാനസാന്തരപ്പെട്ടില്ല. 6 പ്രാവശ്യം ഇവൻ തന്നെത്താൻ ഹൃദയം കഠിനമാക്കിയപ്പോൾ പുസ്തകത്തിലെ വാക്യം 7ാമത്തെ പ്രാവശ്യം ദൈവം ഇവന്റെ ഹൃദയം കഠിനമാക്കി. അങ്ങനെ പറവോന്റെ ഹൃദയം ദൈവം ആ 14-ാം അധ്യായത്തിന്റെ 8-9 ഒന്ന് വായിച്ച് പെട്ടെന്ന്. പുറപ്പാട് 14-ന്റെ 8-9 ഒന്ന് വായിച്ച് പെട്ടെന്ന്. യഹോവ മിസ്രയീം രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കി. യഹോവ മിസ്രയീം രാജാവായ ഫറവോന്റെ ഹൃദയം 6 പ്രാവശ്യം ഇവൻ തന്നെത്താൻ കഠിനമാക്കിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇനി ഇവൻ രക്ഷപ്പെടുന്ന കേസല്ല. ഇവൻ അവസരം ധാരാളം കൊടുത്തു. നിനക്ക് ഇന്ന് രാത്രി ദൈവം അവസരം തരിക. രക്ഷിക്കപ്പെടുവാൻ, മാനസാന്തരപ്പെടുവാൻ, യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കുവാൻ, കർത്താവിന് ഹൃദയം കൊടുക്കുവാൻ ഇന്ന് രാത്രിയും ദൈവം നിനക്ക് അവസരം തരിക. ഈ അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. പെന്തിക്കോസ്തുകാരോട് പറയാ, നിനക്ക് ഒന്നുകൂടി അനുദപിക്കുവാനും യഥാസ്ഥാനപ്പെടുവാനും മടങ്ങി വരുവാനും ദൈവത്തോട് ചേർന്നിരിക്കുവാനും കൂട്ടായ്മയിൽ സജീവ പങ്ക് വഹിക്കുവാനും സഭയോട് കൂറുപുറത്തി മുൻപോട്ട് പോകുവാൻ അവസരം ദൈവം നിനക്ക് തരിക. ഈ അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ ദൈവത്തിങ്കിലേക്ക്, വചനത്തിങ്കിലേക്ക്, സഭയിലേക്ക് മടങ്ങി വന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. 6 പ്രാവശ്യം മാനസാന്തരത്തിന് അവസരം കൊടുത്തിട്ട് ഇവൻ തന്നെത്താൻ ഹൃദയം കഠിനമാക്കി. അവൻ ദൈവത്തിന് മനസ്സിലായി ഇനി ഇത് രക്ഷപ്പെടുന്ന കേസൊന്നും. അതുകൊണ്ട് 7ാമത് ദൈവം ഹൃദയം കഠിനമാക്കി. എന്റെ പ്രിയരെ, നമ്മൾ തന്നെത്താൻ കഠിനമാക്കിയാൽ അവസരം ദൈവം തരിക. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് മടങ്ങി വരാം. ദൈവം കഠിനമാക്കിയാൽ പിന്നെ രക്ഷപ്പെടുകയല്ല. നിങ്ങൾ മത്സരത്തിന് എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. 95-ാം സങ്കീർത്തനത്തിന്റെ 10 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചു. 10 മുതലുള്ള വാക്യം 95:10 പെട്ടെന്ന് വായിച്ചു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. ഇവിടെ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തതും പറഞ്ഞു. ആകയാൽ അവരുടെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ചേർത്ത് എബ്രായ ലേഖനം 3:10 മുതൽ കൂടെ വായിച്ചു. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10 മുതൽ ഇൻവെർട്ടർകോമായി കാത്തിരിക്കുന്ന ഭാഗം മുതൽ അങ്ങോട്ട് വായിച്ചു. എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്ത പറഞ്ഞു. അടുത്തത്, അവരുടെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഇവിടെ കൂടെ ചേർത്തങ്ങോട്ട് വായിച്ചേ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇന്ന് രാത്രി അനുതാപ ഹൃദയത്തോടെ മടങ്ങി വരുന്നവരെ ചേർത്തടയ്ക്കുന്ന നല്ല യേശുവുണ്ട്. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് അനുതാപത്തോടെ ഏത് ഭാവി വന്നാലും ഏത് ദോഷത്തെ അവരെ ചേർത്ത് കൊള്ളുന്ന ഒരു നല്ല കർത്താവുണ്ട്. പറയുമെങ്കിൽ അനുതാപത്തിൽ മിഴിനീരോടെ വിടകളേറ്റു പറയുമെങ്കിൽ യേശുനാഥൻ ക്ഷമയാരുള്ളൂ നിശ്ചയമായി കരുണയുള്ളൂ. യേശുനാഥൻ ക്ഷമയാരുള്ളൂ നിശ്ചയമായി മന്മയാ
ഉപയോഗിക്കുന്നില്ല. ഏഴാമത് ദൈവങ്ങളിനെ മാറ്റി. അതുകൊണ്ട് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഒരു കൽപ്പന കൊടുത്തു, നിങ്ങളൊരു കുഞ്ഞാട് നേരത്തെ ചോരത്തളി ആചരിക്കണം. പുറപ്പാട് പുസ്തകം വായിക്കേണ്ട 12-ാമത്തെ 1 മുതൽ അതിന്റെ പ്രമാണം കൊടുത്തു. ഈ മാസം നിങ്ങൾക്ക് മാസത്തിന്റെ ആരംഭമായിരിക്കണം. 10-ാം തീയതി ഒരു ആട്ടുകുട്ടിയെ തിരഞ്ഞെടുക്കണം. അതിനെ 14-ാം തീയതി സന്ധ്യാസമയത്ത് അറുത്ത് അതിന്റെ രക്തം ഒരു കിണ്ണത്തിലെടുത്ത് ഈ സോപ്പ് ചെടിയുടെ കട്ടിടത്തിൽ കിണ്ണത്തിൽ മുക്കി കട്ടളക്കാർ രണ്ടിനും കുറുപടിമേൽ പുരട്ടി കാലിൽ ചെരുപ്പിട്ട് കയ്യിൽ വടിപിടിച്ച് അരമുറിച്ച് കുഞ്ഞാടിനെ തീർച്ചുട്ട് കൈപ്പിടിയോടുകൂടെ ഭക്ഷിക്കണം. അങ്ങനെ പ്രമാണം കൊണ്ട് അതിന്റെ തലയും കാലും അന്തർഭാഗങ്ങളുമായി തീർച്ചുട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പിടിഞ്ഞോ തിന്നരുത്. കൈപ്പിടിയിൽ വേണം, പുളിപ്പില്ലാത്ത അപ്പം വേണം. 1 വയസ്സ് പ്രായമുള്ള ആണായിരിക്കണം. അത് കോലാണോ ചെമ്മരിയാടാകാം. ഈ ആട്ടുകുട്ടി മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. നിങ്ങൾക്ക് ആ കാര്യമാണ് ഞാൻ കടന്നു പോകുന്ന. യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ യാതൊരു സംശയത്തിന് അവനെ ഉദിക്കാത്ത വിധത്തിൽ പറഞ്ഞു, ലോകത്തിന്റെ ഭാവത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകഭാവം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവത്തിന്റെ സ്തോത്രം. പൗലോസ് പറഞ്ഞു, നമ്മുടെ പ്രസംഗ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. അത് നസറേയനാകുന്ന യേശു ക്രിസ്തു തന്നെ. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ദേശത്ത് മാസം 14-ാം തീയതി അറക്കപ്പെട്ട കുഞ്ഞാട് വീടൊന്നിന് ആട്ടുകുട്ടി ഏതാണ്ട് 6,03,351 ആട്ടുകൊട്ടിന് ചേർത്തുന്ന ഈ കാണുന്ന ആനനെയെല്ലാം പിടിച്ച് കണ്ടിക്കാൻ പ്രമാണമില്ല. ആട്ടുകുട്ടിക്ക് യോഗ്യതയുണ്ട്. എല്ലാ ആട്ടുകുട്ടികളുടെ യോഗ്യത പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമായത്. ആട്ടുകുട്ടിയുടെ യോഗ്യത കാണുന്ന ആനനെയെല്ലാം പിടിച്ച് കണ്ടിക്കരുത് അറിയാച്ച അവൻ ആട്ടുകുട്ടിക്ക് യോഗ്യതയുണ്ട്. എന്താ യോഗ്യത? ആട്ടുകുട്ടി ഊനമില്ലാത്തതായിരിക്കണം. ഇത് യേശു ക്രിസ്തുവിന്റെ നിഷ്പാപ ജീവിതത്തെ കാണിക്കുക. അവിടുന്ന് പാപം ചെയ്തിട്ടില്ല. പാപമില്ലാത്തവൻ, പാപമേറ്റാത്തവൻ, പാപമില്ലാത്തവൻ, പാപമറിയാത്തവൻ, പാപം ചെയ്യാത്ത പരമവിശുദ്ധനാണ് യേശു. ആരും വിസ്തരിച്ചിട്ടും യാതൊരു കുറ്റമോ കുറവുകളോ അപാകതകളോ ന്യൂനതകളോ ഒന്നും യേശുവിൽ കണ്ടില്ല. ഇതുപോലെ ലക്ഷണമൊത്തവൻ, ഇതുപോലെ ശ്രേഷ്ഠൻ, ഇതുപോലെ യോഗ്യൻ, ഇതുപോലെ ഉന്നതൻ, ഇതുപോലെ മഹിമയുള്ളവൻ, അനുഗമിക്കുവാനും ആരാധിക്കുവാനും അംഗീകരിക്കാനും സേവിപ്പാനും സ്നേഹിപ്പാനും പിൻഗമിക്കുവാനും ശുശ്രൂഷിപ്പാൻ ഇതുപോലെ യോഗ്യനായ വേറൊരുവനില്ല. ആ നല്ല കർത്താവിനെ സേവിപ്പാൻ, സ്നേഹിപ്പാൻ, ശുശ്രൂഷിപ്പാൻ എന്റെ ദൈവദാസന്മാരെ, ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. ഇതിൽ കൂടുതൽ എന്തോ ഭാഗ്യമാ യേശുവിനെ ആരാധിക്കുക. നന്ദനുള്ളെങ്കിൽ വന്നിട്ടു കന്യാജാതനായി ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ അനവതാരം ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ അനവതാരം എനിക്ക് ആ പാട്ട് വലിയ ഇഷ്ടമാണ്. TKSന്റെ പാട്ടാണ്. ആ പാട്ട് പാടിയാൽ തന്നെ ഒരു പ്രസംഗമാണ്. യേശു ക്രിസ്തുവിന്റെ ഗുണഗണങ്ങളാണ്. മഴയായി ആണോ? എന്നല്ലേ നമുക്ക് നോക്കി അമ്മ മഴയാണോ? എത്രയോ പ്രായത്തിൽ ആദ്യമായിട്ടൊന്ന് മഴ കണ്ടോ? വലിയ കാര്യം. യേശുവിനെ പറഞ്ഞില്ല. ഉന്നത ദൈവാനന്ദനുള്ളെങ്കിൽ വന്നിതു കന്യാജാതനായി ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ വന്നവതാരം നിസ്തുലം. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ വന്നവതാരം നിസ്തുലം. കലുഷതലേശം കാണുന്നില്ലി മനുഷ്യനിലം മുറ ചെയ്തുക. കലുഷതലേശം കാണുന്നില്ലി മനുഷ്യനില മുറ ചെയ്യുക. മരണമതിന്തിരി എഴുതിയതിവനെ പ്രതിമാത്രം ഭൂമിയത്ഭുതം. മരണമതിന്തിരി എഴുതിയതിവനെ പ്രതിമാത്രം അത്ഭുതം. കുരുടർ കണ്ടു, തിരുടർ വിരണ്ടു, ശാന്തത പൂണ്ടു സാഗരോ. കുരുടർ കണ്ടു, തിരുടർ വിരണ്ടു, ശാന്തത പൂണ്ടു സാഗരോ. വെള്ളിര കൊണ്ടും ബഹുജനമുണ്ടും മൃദുരു പൂണ്ടും ക്രിസ്തന. വെള്ളിര കൊണ്ടും ബഹുജനമുണ്ടും മൃദുരു ക്രിസ്തന. അത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. ഭൂതലനാഥൻ തന്നുട മരണം താനൂർവ
മായകോ ഭൂതലനാഥൻ തന്നുടെ മരണം കാണുക ദുർഭഗമായകോ ഭൂരിഭയം പൂണ്ടിളകുകയോ ഈ പ്രകൃതികളകിലമിതത്ഭുതം ഭൂരിഭയം പൂണ്ടിളകുകയോ ഈ പ്രകൃതികളകിലമിതത്ഭുതം പാറ പിളർന്നു പാരിളകന്നു പാവന മൃദുരുകിരാർന്നുക പാറ പിളർന്നു പാരിളകന്നു പാവന മൃദുരുകിരാർന്നുക കീറുകയായി തിരുശീലയൻ തന്മൃതി നേരം സൂര്യനിരുണ്ടുപോയി കീറുകയായി തിരുശീലയൻ തന്മൃതി നേരം സൂര്യനിരുണ്ടുപോയി മൃതിയെ വെന്നവൻ ഉയർത്തെഴുന്നേറ്റു ഇതിനെതിരാരിൽ നോക്കിടും മൃതിയെ വെന്നവൻ ഉയർത്തെഴുന്നേറ്റു ഇതിനെതിരാരിൽ നോക്കിടും പ്രതിബോധം ലവമുള്ളോരല്ല അടിപണിയും തൻ സന്നിധോ പ്രതിബോധം ലവമുള്ളോരല്ല അടിപണിയും തൻ സന്നിധോ ജയ ജയ നിസ്തുല ക്രിസ്തുരാജ ജയ ജയ നിർമ്മല നായകൻ ജയ ജയ നിസ്തുല ക്രിസ്തുരാജൻ ജയ ജയ നിർമ്മല ജയ ജയ നിസ്തുല ക്രിസ്തുരാജൻ ജയ ജയ നിർമ്മല നായകൻ ജയ ജയ ഘോഷം തുടരുക ജനമേ ജയം തരുന്നാഥന് സ്തോത്രമേ ജയ ജയ ഘോഷം തുടരുക ജനമേ ജയം തരുന്നാഥന് സ്തോത്രമേ എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കുഞ്ഞാട് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. ഊനമില്ലാത്തവൻ പാപമില്ലാത്തവൻ പാപം ചെയ്യാത്തവൻ പാപമേശാത്ത പരമവിശുദ്ധനാകുന്ന ക്രിസ്തു. അതുകൊണ്ട് ഊനമില്ലാത്തവൻ. എനിക്ക് നിങ്ങൾക്കൊക്കെ ഒത്തിരി ഊനമുണ്ട്. അതിനിവിടെ വന്ന ധാരണത്തിന് ഊനമുണ്ട്. ദൈവം കളിച്ച വളരെ ആൾക്കാരുണ്ട്, അതിനെല്ലാം ഊനമുണ്ട്. ഇപ്പോഴും ചിലത് ദൈവം കളിച്ചുകൊണ്ടിരിക്കുക, എല്ലാം ഊനമുള്ളതാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പം. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ കസേര കയറി പമ്മിയിരിക്കുന്ന മുഴുവൻ കുഴപ്പമാണ്. ഞാൻ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങൾ നോക്കിയപ്പോൾ ഇപ്പൊ എത്ര കുഴപ്പം കണ്ടു. നിങ്ങളുടെ തള്ള പറഞ്ഞ് തൊണ്ട എന്നെ അംഗീകരിക്കുന്നത്, അതൊരു കുഴപ്പം. വേറെ തള്ള പറഞ്ഞു അയാൾ വിവരക്കേടെല്ലാം വിളിച്ചു പറയും, അത് വേറൊരു കുഴപ്പം. ഇന്നാളൊരു അമ്മ പറഞ്ഞു അയാൾ ആണും തരവും നോക്കാതെ വർത്താനം പറയുമെന്ന്, അത് വേറൊരു കുഴപ്പം. അപ്പൊ വേറെ മുന്നിൽ പറഞ്ഞു അയാൾക്ക് സ്റ്റാൻഡേർഡ് ഒന്നുമില്ല. ഇതെല്ലാം സത്യമായ കാര്യമാണ്. അയാൾക്കൊരു സ്റ്റാൻഡേർഡ് ഇല്ല, അത് വേറൊരു കുഴപ്പം. വേറെ തള്ള എന്നോട് ചോദിച്ചു ഇതെന്താ ഇതിട്ടോണ്ട് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നല്ല യോഗത്തിന് തലയെ തുണിച്ചിട്ട് തള്ളമാരെ കാണിക്കാനാ അമ്മേരെ ഇങ്ങനെ കൂടാ. പിന്നെ യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കാത്തവരെ അതുകൊണ്ട് കാണിക്കണം. പിന്നെ ഇപ്പൊ പിടികിട്ടില്ല. ഇനി വേറെ ഉണ്ടോ ഞാൻ പിന്നെ പറയാം, നാളെ. അപ്പൊ നിങ്ങൾ നോക്കുമ്പോ ഒത്തിരി ഒത്തിരി കുഴപ്പം എനിക്ക് ഉണ്ടെന്നേ. ഇന്നാണ് ഒരാളെ പറഞ്ഞ അയാൾ കുടുംബത്തിൽ പറഞ്ഞവനാണ് സത്യവാനെ. പക്ഷേ വേറൊരു കുടുംബത്തിൽ പിറക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. സ്വർഗത്തിന് ഭൂമിയിൽ സകല കുടുംബത്തിന് പേര് വരുവാൻ, അതാ എന്റെ ഭാഗ്യം. എത്രയോ അതിക്രമം ചെയ്ത ദോഷി ഞാൻ, എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് നിലച്ചതല്ല ഞാൻ. എത്രയോ അതിക്രമം ചെയ്ത ദോഷി ഞാൻ, എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് നിലച്ചതല്ല ഞാൻ. ഓ തനിമു തോന്നാൻ തിരഞ്ഞുകൊള്ളുവാൻ, തനിമു തോന്നാൻ തിരഞ്ഞുകൊള്ളുവാൻ, അരുമസുതനായി അണച്ചുകൊണ്ട കരങ്ങളിഞ്ഞുവോ അൻപിതോ യേശുനായക തന്നിതോ ഏഴക്കായി ജീവനേ അൻപിതോ യേശുനായക തന്നിതോ ഏഴക്കായി ജീവനേ. പ്രിയപ്പെട്ടവര്, അത് നിങ്ങളൊക്കെ നോക്കുമ്പോ അല്ല, നിങ്ങളല്ല എല്ലാവരും നോക്കുമ്പോ എനിക്ക് ഒത്തിരി ഊനവും കുറവും അപാകതയുള്ളവനാ. പക്ഷെ ഞാൻ നിങ്ങളുടെ ആരാധിക്കുന്ന കർത്താവിന് യാതൊരു ഊനമില്ല. നമുക്കെല്ലാം ഒത്തിരി ഒത്തിരി അപാകതകൾ ഉണ്ടെന്ന് നോക്കിയാൽ എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം ഉണ്ട്. ഞാനിപ്പോ തന്നെ കുറച്ച് പറഞ്ഞില്ല, ഇനി നിങ്ങൾ പറയാതെ പണിയിരിക്കുക ഉണ്ടുണ്ട്. നിങ്ങളുടെ മുഖം കാണുമ്പോൾ അറിയാം. പിന്നെ എന്തെല്ലാം കുറവുകളാ. അല്ല
ലക്ഷം മനുഷ്യനൊത്തിയിടുമ്പോൾ ലക്ഷണമൊത്തവൻ ഒന്നോ രണ്ടോ. 1,00,000 പേര് പോയാൽ കൊള്ളാവുന്നത്. ലക്ഷം മനുഷ്യർ കൂടിയിടുമ്പോൾ ലക്ഷണമൊത്തവൻ ഒന്നോ രണ്ടോ. ഉടനെ ഉടനടി രമ്യം മുടമുണ്ടെന്നൊരു കുറവായി കണ്ട ഇങ്ങനെ കണ്ടാ നല്ലൊരു പുരുഷൻ എന്നാൽ വേണ്ടാതീനൊക്കെയുമുണ്ട്. കണ്ട ജനത്തോട് ചുട്ടിയടിക്കും, രണ്ടാം വാക്കിൽ കയറിയടിക്കും. ഏതാണ്ട് ഞാൻ തെറ്റിച്ചെന്നാ പറഞ്ഞേ, ഏതാണ്ട് പറഞ്ഞു തെറ്റിച്ചെന്നാണോ പറഞ്ഞത്? ഏതാണ്ട് പറഞ്ഞു എനിക്ക് തോന്നിച്ചത് തെറ്റിയെന്ന്. കലക്കത്ത് കുറ്റം തമ്പിയാണ്. നല്ലൊരു ജാതികൾ വന്നു പിറന്നു, നല്ലൊരു രൂപഗുണങ്ങളുമുണ്ട്. ഹരി എന്നുള്ളൊരു അക്ഷരം അവന്റെ അരികെ കൂടെ പോയിട്ടില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പമുണ്ടെന്ന് ഒരുതനെ പറ്റി പറയാ. ചുടുകയിൽ തട്ടി ചുട്ട കഷണ്ടിയിൽ ഒരു പിടി നെല്ലാം മലര് പൊലിക്കാൻ. കഷണ്ടിക്ക് അത് പുള്ളി നട്ടുച്ച കിടക്കുമ്പോ കഷണ്ടിയിലോട്ട് ഒരു പിടി നെല്ലിട്ടാൽ ഇടപെടാന്ന് മലര്. ഒരുതനെ പൂച്ചക്കണ്ണ് ചേർച്ചകൾ വളരുണ്ടെന്നാൽ അവനൊരു പൂച്ചക്കണ്ണുണ്ടൊരു ദോഷം. ഒരുതന്നെ നല്ല ചേർച്ചയാ, പക്ഷെ പൂച്ചക്കണ്ണ. അപ്പൊ ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും കൂടുതൽ കുഴപ്പം എനിക്കുമുണ്ട്. അവൻ നമുക്കെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പമുള്ളവനാ. എന്നാൽ യാതൊരു ഊഴമില്ലാത്തവൻ, യാതൊരു കുഴപ്പവുമില്ലാത്തവൻ, യാതൊരു കളങ്കമില്ലാത്തവൻ, നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ, ദൂതന്മാരിൽ ശ്രേഷ്ഠൻ, അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠൻ, മോശയേക്കാൾ ശ്രേഷ്ഠൻ, ഹാവേലിനേക്കാൾ ശ്രേഷ്ഠൻ, യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, അഹരോനേക്കാൾ ശ്രേഷ്ഠൻ, പുരോഹിതന്മാരേക്കാൾ ശ്രേഷ്ഠൻ, മൽക്കീസേദെക്കിനേക്കാൾ ശ്രേഷ്ഠൻ, സ്വർഗത്തെക്കാൾ വലിയവൻ. ഇന്ന് രാത്രി അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അവൻ ദോഷികളും പാപികളും അവൻ സ്വന്തം അപാകതകളും ന്യൂനതകളുമുള്ള എന്നെയും നിന്നെയും രക്ഷിക്കുവാൻ ഒരുവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ ജീവനെ തന്നു. ഒരുവൻ നമുക്ക് വേണ്ടി യാഗമായി ഇന്ന് രാത്രി യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. യേശുക്രിസ്തുവിൽ മാത്രമായി രക്ഷ, മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷപ്പെടാൻ യേശു മാത്രം. ഇന്ന് രാത്രി ആ കർത്താവിനെ ഉള്ളത്തിലേക്ക് എടുത്ത് വിശ്വസ്തനും വിശുദ്ധനുമായി ജീവിക്കുവാൻ ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ. ഈ പ്രസംഗത്തിന്റെ ബാക്കി മുഖവരയാ. നാളെ ചെമ്മലൂട്ടിക്കായിരിക്കും ഇച്ചിരിയേറെ സമയം. ഞാൻ നേരത്തെ വരാം. ഇന്ന് ഞാൻ ഇച്ചിരി താമസിച്ചാ വന്നേ. നാളെ ഇച്ചിരി നേരത്തെ വരും. ബാക്കിയാന്റെ പിതാവിനെ ഒന്ന് കാണാം. ഇച്ചിരി നേരത്തെ വരും. അപ്പൊ ഇച്ചിരി നേരത്തെ സമയം തന്നാൽ ബാക്കി ഭാഗം ദൈവകൃപയെ ശരണപ്പെട്ട് നമുക്ക് ഒന്നിച്ച് ധ്യാനിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ. കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ ദൈവദാസനോട് ചോദിച്ചു എപ്പം നിർത്തണം. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു 9:30 മുമ്പ്, ഒരു 9:15 കഴിയുമ്പോ നിർത്തിയാൽ നല്ലതാണ്. ഞാൻ പറഞ്ഞത് എന്നോട് 9:15 കഴിഞ്ഞു. പറഞ്ഞ സമയത്ത് നിർത്തി. ചിലക്ക് എന്നെ പറ്റി വേറൊരു കുഴപ്പം, അയാൾ സമയത്ത് കാലത്ത് നിർത്തി കഴിഞ്ഞാൽ. ഇപ്പൊ കണ്ടോ, ദൈവത്തിന് മകൻ ചില വീട്ടിൽ നിന്ന് പറയാം ആരായിരുന്നു അത് കാവാലം ഭാഷ. എന്നാ ഇന്ന് അത് ഞാനിപ്പോ തിരുത്തി തന്നേ. എന്നോട് പറഞ്ഞു 9:30 9:15 കഴിഞ്ഞു. സൂക്ഷിച്ച് 9:15 കഴിഞ്ഞു. അപ്പം ദൈവം അനുവദിച്ചാൽ നമുക്ക് നാളെ കൂടാം. നിങ്ങൾ എനിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ എല്ലാവരോടും അപേക്ഷിക്കുന്നു. അവൻ സ്തോത്രം. നിങ്ങൾ ഈ മുന്നേറെ ഇരിക്കുന്നവരെ ആഴലാകട്ടോ, നാളെ ഇരിക്കണേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. ആ പഴയ പാട്ടിന്റെ 4 ചരണം പാടാൻ, മൊത്തം പാടാൻ നേരമില്ല. നാം എല്ലാവരും ഒന്നായി കൂടുമ്പോ നാഥനെ കൊണ്ടാടി പാടുവോ. ശത്രുവി
പാടുവോ ശത്രുവെ ജയിച്ച നമുക്കുണ്ട് സുന്ദരകുണ്ടനാകും നിത്യസ്തുതി